നിന്നെയും ശക്തീകരിച്ചാൽ വചനത്തിന്റെ ശക്തി അതിൻ്റെതായ നിലകളിൽ നിന്റെ ജനത്തിന്റെ മേലും സഭയുടെ മേലും ദേശത്തിന്റെ മേലും ചലിച്ചിറങ്ങാൻ കൃപ തരും. ഈ പകൽ നിന്റെ നാമത്തെ മഹത്വപ്പെടുത്തും. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ കരങ്ങളെല്ലാം ഉയർത്തി കർത്താവിനെ സ്തുതിച്ചേ. വേഗത്തിൽ യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം അതിന്റെ 10-ാം വാക്യം വായിച്ചു കേൾക്കാം. യോഹന്നാന്റെ സുവിശേഷം 10:10. മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനും അല്ലാതെ കള്ളൻ വരുന്നില്ല. അവർക്ക് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായിട്ട് ഉണ്ടാകുവാനും അത്രേ ഞാൻ വന്നിരിക്കുന്നത്. വളരെ ശ്രദ്ധിച്ച് കേൾക്കുക. ചില തിരിച്ചറിവുകളിലേക്ക് ദൈവസഭയെ കൊണ്ടുവരണം. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും കഴിഞ്ഞ 2 ദിവസവും ഈ വാക്യം വായിച്ചതാണ്, വീണ്ടും ഈ 3-ാം ദിവസം വായിച്ച് പറയുന്നത്. ചില തിരിച്ചറിവുകളിലേക്ക് ദൈവസഭ വന്നേ പറ്റൂ. സ്തോത്രം. എന്നെ ശ്രദ്ധിച്ചിരിക്കണമേ. ഒരുപാട് ഹല്ലേലൂയ നമുക്ക് ആരാധിച്ച് അങ്ങനെയൊന്നും പോകാനുള്ള സമയമില്ല. എങ്കിലും എൻ്റെ ഒരു പ്രാർത്ഥന ദൈവസന്നിധിയിലുള്ളത് ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ ഈ ഉപവാസ പ്രാർത്ഥനയ്ക്കകത്ത് വലിയൊരു സ്വാതന്ത്ര്യം പരിശുദ്ധാത്മാവ് തരണം. അങ്ങോട്ട് പോകാൻ ഒരു പുതിയ ബലം ദൈവം തരണം. ചിലരുടെ അകത്ത് കിട്ടുന്ന കാഴ്ചപ്പാട് വെളിപ്പാടാണ് സ്തോത്രം ശക്തമായ പ്രാർത്ഥനയിലേക്കും ഉപവാസത്തിലേക്കും ഒക്കെ നമ്മെ നടത്തുന്നത്. സ്തോത്രം. തിരുവെഴുത്താണ് വായിച്ചു കേട്ടത്. മോഷ്ടിപ്പാനും അറുക്കാനും മുടിക്കാനും അല്ലാതെ പിശാച് കള്ളൻ വരുന്നില്ല. മറുവശത്ത് നിനക്ക് ജീവൻ തരാനും സമൃദ്ധിയായ ജീവൻ തരാനും യേശു വന്നു. കാണാതെ നമുക്കറിയാം. ഇപ്പോൾ 3 ദിവസമായി ഉരുവിടുന്ന വാക്യങ്ങൾ, ആവർത്തിച്ച് പറയുന്ന വാക്യങ്ങൾ. പക്ഷെ ആരുടെയെങ്കിലും ഹൃദയത്തിന്റെ അകത്ത് അത് വിത്തായി വീണിട്ടില്ല എങ്കിൽ തിരിച്ചറിയണം. കാണാതെ പഠിക്കുന്നതിലല്ല, കേൾക്കുന്നതിലല്ല, ഒരാഴമായ വിശ്വാസം വരട്ടെ. നിന്റെ ജീവിതത്തിൽ മോഷ്ടിക്കാനും അറുക്കാനും മുടിക്കാനും പിശാചുണ്ടെങ്കിൽ നിനക്ക് സമൃദ്ധിയായ ജീവൻ തരാൻ ഒരു കർത്താവുണ്ട്. ഈ ഉപവാസ പ്രാർത്ഥനകളിൽ നിന്റെ ജീവിതം എങ്ങനെ പിശാച് തകർച്ചാലും, എങ്ങനെ ഹല്ലേലൂയ പിശാച് നിന്റെ കുടുംബത്തെ ഇല്ലായ്മ ചെയ്ത് ഹല്ലേലൂയ മുടിച്ചു കളയുന്ന അനുഭവത്തിൽ കൊണ്ടുവന്നാൽ നിനക്ക് സമൃദ്ധിയായ ജീവൻ തരാൻ പറ്റുന്ന ഒരു കർത്താവുണ്ട് എന്ന് വിശ്വസിക്കണം. നിങ്ങൾ വചനത്തിൽ ഇടറിപ്പോകാതിരിക്കേണ്ടതിന് ഞാൻ പറയട്ടെ. ഒരു കാര്യം പറയട്ടെ. ചില വിഷയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സ്വാഭാവികമായി വന്നതും സർവ്വ മനുഷ്യർക്കും വന്നതുമായ വിഷയങ്ങളുണ്ട്. ഒരുപക്ഷെ അത് ദൈവത്തിന്റെ ഹിതത്തിനനുസരിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കൈവയ്ക്കുമ്പോഴൊക്കെ സൗഖ്യമായി വിടുതലായി അത് സംഭവിക്കും. സ്തോത്രം. അത് ഹല്ലേലൂയ അതിൻ്റെതായ സമയം, ദൈവഹിതം, സ്തോത്രം, ദൈവത്തിന്റെ നിശ്ചയങ്ങളൊക്കെ അതിന്റെ പുറകിലുണ്ട് എന്ന യാഥാർത്ഥ്യം തിരിച്ചറിയണം. എന്നാൽ മറുവശത്ത് ഹല്ലേലൂയ അറിഞ്ഞോ അറിയാതെയോ ഞാൻ പറഞ്ഞതുപോലെ പിശാച് വച്ചിരിക്കുന്ന ഒരു ഘടകമുണ്ട്. അത് രോഗമായിട്ടും ശാപമായിട്ടും തിന്മയായിട്ടും ഒരിക്കലും വിടത്തില്ല എന്ന് പിശാച് വെച്ചതുണ്ട്. ചില ചിന്തകൾ വലിയൊരു പർവ്വതം പോലെ ഇരിക്കുന്ന ഹല്ലേലൂയ അനുഭവങ്ങളുണ്ട്. ചില ഹൃദയത്തിനകത്ത് ഇട്ടിരിക്കുന്ന ചിന്തകൾ, ചില സങ്കല്പങ്ങൾ, ഹല്ലേലൂയ ചില അറിവുകൾ, പിശാചിട്ട ചില അറിവുകൾ ദൈവത്തിങ്കിലേക്കും ആത്മസാന്നിധ്യത്തിലേക്കും ദൈവിക സ്വാതന്ത്ര്യത്തിലേക്കും വിടാതെ വണ്ണം തടുത്തു വയ്ക്കുന്ന അനുഭവങ്ങളുണ്ട്. ചില രോഗങ്ങളിട്ട് പോരാടുന്ന അനുഭവങ്ങളുണ്ട്. ഹല്ലേലൂയ കുടുംബത്തിനകത്ത് തന്നെ നിരന്തരമായി നടക്കുന്ന ഹല്ലേലൂയ അനർത്ഥങ്ങൾ, അങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങളുണ്ട്. ഇതെല്ലാം ഹല്ലേലൂയ തിരിച്ചറിഞ്ഞ് ഈ വചനത്തെ എടുക്കണം. ഇതിലേത് അനുഭവത്തിൽ നിന്റെ ജീവിതം വന്നാൽ ഹല്ലേലൂയ പിശാചിന്റെ പദ്ധതി നിന്നെ മോഷ്ടിക്കുക, അറുക്കുക, മുടിക്കുക എന്നതാണെങ്കിൽ നിനക്ക് സമൃദ്ധിയായ ജീവൻ തരാൻ വന്ന ഒരു കർത്താവുണ്ട്. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ നീ വിശ്വസിക്കുന്ന യേശു കർത്താവിന് നിന്റെ ഹല്ലേലൂയ ജീവിതത്തെ മാറ്റിമറിക്കാൻ പറ്റുമെന്ന്, അതെത്ര തകർന്ന അനുഭവത്തിൽ നിന്ന് കരകയറ്റാൻ പറ്റുന്ന ഒരുവനുണ്ടെങ്കിൽ അത് യേശു കർത്താവ് മാത്രമാണെന്ന്, ആ യേശുവിന്റെ ആഗ്രഹം നിനക്ക് സമൃദ്ധിയായ ജീവൻ പ്രദാനം ചെയ്യണം എന്നുമാണെന്ന് തിരിച്ചറിഞ്ഞ് കണ്ണുനീർ തൂകുന്ന വിഷയങ്ങളെ കർത്താവിന്റെ കരത്തിൽ കൊടുത്തുകൊണ്ട് അറിഞ്ഞോ അറിയാതെയുള്ള സാത്താന്യ മണ്ഡലങ്ങൾ എൻ്റെ ജീവിതത്തിൽ തകർന്നു പോകണം, എൻ്റെ കുടുംബത്തിൽ, എൻ്റെ തലമുറയുടെ ജീവിതത്തിൽ തകർന്നു പോകണം എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ ദൈവദാസൻ എന്ന ഉത്തരവാദിത്വത്തിൽ പ്രാർത്ഥിക്കുന്ന ഞങ്ങൾ ഒരുമിച്ച് നിന്നുകൊണ്ട് പറയുന്നു, ഈ ഉപവാസത്തിൽ ഒരൊറ്റ അന്ധകാര ശക്തിക്കും നിൽക്കാൻ പറ്റാതെ വണ്ണം അത് കുടുംബങ്ങളെ വിട്ടുമാറാൻ ഇടയായി തീരും. ഞാൻ ആവർത്തിച്ച് കഴിഞ്ഞ ദിവസം പറഞ്ഞു, നിങ്ങൾ വിശ്വസിക്കേണ്ടത് ദൈവത്തിന്റെ വചനമാണ്. ഹല്ലേലൂയ. 1 യോഹന്നാൻ 3:8 പറയുന്നത് പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാൻ തന്നെ ദൈവപുത്രൻ പ്രത്യക്ഷനായി. സമൃദ്ധിയായ ജീവൻ തരാൻ വന്ന കർത്താവ്, ഹല്ലേലൂയ പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാൻ വന്ന കർത്താവ്. പല ഉദ്ദേശങ്ങൾ വേദപുസ്തകത്തിൽ പറയുമ്പോൾ നമ്മുടെ ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട് ഞാൻ പറയട്ടെ, യേശു കർത്താവ് പിശാചിന്റെ പ്രവൃത്തികളെ അഴിക്കാൻ വന്നു എങ്കിൽ ഇന്ന് പകൽക്കാലം പ്രാർത്ഥിക്കുന്നവർ വിശ്വസിക്കണം, ദൈവം കൃപയാൽ അത് ചെയ്തിരിക്കും. കരമുയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞു, അത്യാവശ്യമുള്ള കാര്യങ്ങൾ മാത്രം തൊട്ട് പറയാം. മോഷ്ടിക്കുക എന്ന് പറയുമ്പോൾ ഹല്ലേലൂയ ഉണ്ടായിരുന്നതിനെ, ഹല്ലേലൂയ എൻ്റെ ജീവിതത്തിൽ ഉള്ളതിനെ
കവർന്നെടുക്കുന്നതാ. സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. കുറച്ച് സമ്പത്ത് വീട്ടിൽ വെച്ചു, ആവശ്യത്തിന് വച്ചേച്ചു വന്നു. സ്തോത്രം. തിരിച്ചു ചെന്നപ്പോൾ ഹല്ലേലൂയ സമ്പത്തില്ല. ആമേൻ. ആരോ മോഷ്ടിച്ചു പോയി, അറിയാതെ കവർന്നതാണ്, മോഷ്ടിച്ചതാണ്, കുത്തി തുറന്ന് എടുത്തുകൊണ്ട് പോയി. തിരികെ ചെന്നപ്പോൾ ഇല്ല. സ്തോത്രം. ഇന്നലകളിൽ ഉണ്ടായിരുന്ന പലതിനെയും കവർന്നെടുക്കുന്ന പൈശാചിക ശക്തി, മോഷ്ടിക്കുന്ന പൈശാചിക ശക്തി. വളരെ ശ്രദ്ധിച്ച് കേൾക്കണമേ. പിശാച് മോഷ്ടിക്കുന്നവനാണെങ്കിൽ അവൻ ഹല്ലേലൂയ എന്തെല്ലാം മോഷ്ടിക്കുമെന്ന് വേദപുസ്തകത്തിലുണ്ട്. വിശദീകരിക്കാൻ സമയമില്ല. ആമേൻ. നമ്മുടെ ആത്മീക ഭൗതിക വിഷയങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. സ്തോത്രം. ആരോഗ്യത്തെ മോഷ്ടിക്കും, സമാധാനത്തെ മോഷ്ടിക്കും. ആത്മീക ജീവിതത്തിൽ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, ചിലരൊക്കെ ഹല്ലേലൂയ വിലപിക്കുന്നത് കണ്ടിട്ടുണ്ട്. നന്നായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നതാ, നന്നായി ശുശ്രൂഷിച്ചുകൊണ്ടിരുന്നതാ. പണ്ടൊക്കെ നിൽക്കുമ്പോൾ ഒരു ചലനമായിരുന്നു. പണ്ടൊക്കെ മുട്ടുമടക്കിയാൽ വെളിപ്പാടിന്റെ ആമേൻ ഹല്ലേലൂയ ഒരു വല്ലാത്ത അനുഭവമായിരുന്നു. പക്ഷേ എല്ലാം പോയി, മോഷ്ടിക്കപ്പെട്ടതാ. അനുവാദം കൊടുത്തിട്ടല്ല, ആരും പറഞ്ഞില്ല. എൻ്റെ പ്രാർത്ഥനയെ കിട്ടാൻ ആരെങ്കിലും പ്രാർത്ഥിച്ചവരുണ്ടോ? സ്തോത്രം. എൻ്റെ ആത്മീയ ജീവിതത്തെ ഇടിക്കാൻ പ്രാർത്ഥിച്ചവരുണ്ടോ? ആരും പ്രാർത്ഥിച്ചില്ല. പക്ഷെ അറിയാതെ എന്ത് ചെയ്തു? എന്തൊക്കെയോ കവർന്നു കൊണ്ടുപോയി. സ്തോത്രം. കവർന്നു കൊണ്ടുപോയി. ശക്തിയോടെ പ്രാർത്ഥിക്കണം ഈ ദിവസങ്ങളിൽ. ആമേൻ. ഹല്ലേലൂയ. ഈ മോഷ്ടിക്കുന്നവൻ ഹല്ലേലൂയ ആമേൻ ഈ വശത്ത് നിൽക്കുമ്പോൾ നിന്നെ ഹല്ലേലൂയ സമൃദ്ധിയായി അനുഗ്രഹിക്കാൻ പറ്റുന്ന കർത്താവുള്ളത് കൊണ്ട് ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കണം. സ്തോത്രം. ഭവനത്തിനകത്ത് ലഭിച്ച നന്മ, ലഭിച്ച ജോലി, ആമേൻ സ്തോത്രം, ലഭിച്ച അനുഗ്രഹങ്ങൾ പലതും ഇന്നില്ലെങ്കിൽ പ്രാർത്ഥിക്കണം. ആമേൻ ഹല്ലേലൂയ. ഉരുവായ തലമുറ, ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞ ആദ്യ ദിവസം ഞാൻ ശക്തമായി പറഞ്ഞതാ. ആമേൻ ഹല്ലേലൂയ. ഭയത്തോടെ ഒന്നും കേൾക്കരുത്. ആമേൻ സ്തോത്രം. നിന്റെ കയ്യിൽ കിട്ടേണ്ടത് ആമേൻ സ്തോത്രം പിശാച് അപകരിക്കുന്നെങ്കിൽ മക്കളെ യഹോവ നൽകുന്ന അവകാശം, ഉദരബലം, ദൈവത്തിന്റെ പ്രതിഫലം. സ്തോത്രം. അതിനെ ഹല്ലേലൂയ പിശാച് തൊടുന്നു എങ്കിൽ ഈ ദിവസങ്ങൾ പ്രാർത്ഥിക്കണം. വിട്ടുകൊടുക്കത്തില്ലെന്ന് പറയാൻ കരുത്തുള്ളവരുണ്ടാകണം. മോഷ്ടിക്കാൻ അനുവദിക്കരുത്. സ്തോത്രം. ദൈവം അറിയാതെ ഒരു നന്മ നമ്മുടെ കയ്യിൽ നിന്ന് പോകരുത്. ആമേൻ. ദൈവം തരുന്ന നിറവിൽ ഹല്ലേലൂയ നഷ്ടം വരുത്താൻ പിശാചിനെ അനുവദിക്കരുത്. ഗൗരവമുള്ള ഒരു കാര്യം സഭ മനസ്സിലാക്കുക. മോഷ്ടിക്കുന്നവൻ, അറുക്കുന്നവൻ, ആമേൻ മുടിച്ചു കളയാൻ ശ്രമിക്കുന്നവൻ, ആമേൻ സ്തോത്രം, അവൻ ഇടം കിട്ടിയാൽ അവൻ ഇത് ചെയ്യും. ഞാൻ എൻ്റെ പ്രസംഗം മുമ്പിലേക്ക് പോകുമ്പോൾ അല്പം വേഗതയിൽ പോകുക. പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കണം, പ്രാർത്ഥിക്കണം. അതിന്റെ പൂർണ്ണതയിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ആമേൻ ഹല്ലേലൂയ അകത്ത് ഈ വചനം പ്രകാശിക്കാൻ തക്കവണ്ണം ആമേൻ ഹല്ലേലൂയ ഇടയായി തീരണം. നിങ്ങൾ പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. പിശാച് മോഷ്ടിച്ചത്, പിശാച് അപകരിച്ചതിനെ തിരിച്ചു പിടിക്കാൻ പറ്റുമോ? തിരിച്ചു പിടിച്ചേ പറ്റത്തുള്ളൂ. സ്തോത്ര. നന്മകൾ ഹല്ലേലൂയ തുറന്നു വന്നേ പറ്റത്തുള്ളൂ. ശാപങ്ങളും തിന്മകളും നീങ്ങിയേ പറ്റത്തുള്ളൂ. ഈ സഭയ്ക്കകത്ത് കാൽ ചവിട്ടി പ്രാർത്ഥിക്കുന്ന ഏതെങ്കിലും കുടുംബത്തിൽ ഒരു പൈശാചിക സ്വാധീനമുണ്ടെങ്കിൽ ബാക്കിയില്ലാതെ വേരോടെ അറുത്ത് കളയുക എന്നതാണ് ഒരു അഭിഷക്തൻ എന്ന രീതിയിൽ, ശുശ്രൂഷകൻ എന്ന രീതിയിൽ ആമേൻ എൻ്റെ ഉത്തരവാദിത്വം, എന്നോടൊപ്പം നിൽക്കുന്ന ദൈവദാസന്മാരുടെ ഉത്തരവാദിത്വം. ആമേൻ. വീണ്ടും പറയട്ടെ, ഈ ദേശത്തിൽ വാഴുന്ന ഒരു വാഴ്ചയുണ്ടെങ്കിൽ, ഈ ദേശത്തിൽ ഒരു പൈശാചിക മണ്ഡലം ഉയർന്നു നിൽക്കുന്നെങ്കിൽ, അത് എത്ര അളവിൽ ശക്തി പ്രാപിച്ച് നിൽക്കുന്നതാണെങ്കിലും ഈ ദേശത്തിൽ അതിനെ പൂർണ്ണമായി അറുത്തു മാറ്റുക എന്നതാണ് ആമേൻ ഹല്ലേലൂയ എൻ്റെ ഉത്തരവാദിത്വം. അതുകൊണ്ട് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു, ശ്വാസം ബാക്കി വച്ചിരുന്നാൽ ഞാനത് ചെയ്തിരിക്കും. ശ്വാസം ബാക്കി വച്ചിരുന്നാൽ ഞാനത് ചെയ്തിരിക്കും. അങ്ങനെ അധികാരത്തോടും അങ്ങനെ ബലത്തോടും ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുമ്പോൾ ദൈവസഭ ഒരുമിച്ച് ചേർന്ന് ആത്മാവിൽ പ്രാർത്ഥിക്കണം. നിന്റെ കുടുംബത്തിന്റെ അകത്ത് വാഴുന്ന, നിന്റെ തലമുറയുടെ മേൽ വാഴുന്ന, നിന്റെ ശരീരത്തിന്റെ മേൽ വാഴുന്ന, ആമേൻ ദേശത്തിൽ വാഴുന്ന, ദൈവസഭയെ മുമ്പിലേക്ക് വിടാതെ വാഴുന്ന ഏത് ഇരുട്ടിന്റെ ശക്തികൾ ഉണ്ടെങ്കിൽ അതിനെ തകർക്കുക എന്നത് ഞങ്ങളുടെ ഉത്തരവാദിത്വമാകിയാൽ ദൈവസഭ ഉപവസിച്ച് പ്രാർത്ഥിച്ചത് ചെയ്യുമ്പോൾ ചേർന്ന് നിൽക്കാൻ പൊരുതുവാൻ മനസ്സുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ അനുഗ്രഹിക്കപ്പെടും. ദൈവസഭ വിടുവിക്കപ്പെടും. വളരെ എരിവോടും വളരെ പ്രാർത്ഥനയോടുമാണ് ഈ ദിവസങ്ങൾ മുമ്പിലേക്ക് പോകുന്നത്. ഒരു ഉത്തരവാദിത്വമാണ് അത് സഭയുടേത്. ശ്രദ്ധിച്ച് നിങ്ങൾ മനസ്സിലാക്കണം. യെശയ്യാ പ്രവചനം 42-ാം അധ്യായം 22-23 വാക്യങ്ങൾ. യെശയ്യാ പ്രവചനം 42-23 വാക്യങ്ങൾ. എന്നാൽ ഇത് മോഷ്ടിച്ചും കവർന്നും പോയിരിക്കുന്ന ഒരു ജനമാകുന്നു. അവരൊക്കെയും കുഴികളിൽ കുടുങ്ങിയും കാരാഗ്രഹങ്ങളിൽ അടയ്ക്കപ്പെട്ടുമിരിക്കുന്നു. അവർ കവർച്ചയായി പോയി ആരും വിടുവിക്കുന്നില്ല. അവർ കൊള്ളയായി പോയി മടക്കി തരിക എന്ന് ആരും പറയുന്നില്ല. നിങ്ങളിൽ ആർ അതിന് ചെവി കൊടുക്കും? ഭാവി കാലത്തേക്ക് ആർ ശ്രദ്ധിച്ചു കേൾക്കും? നിങ്ങൾ ശ്രദ്ധിക്കണം. എന്നെ ശ്രദ്ധിച്ചേ. ആമേൻ സ്തോത്രം. ഒരു വലിയ ജനസമൂഹത്തെ കുറിച്ച് പറയുന്ന വെളിപ്പാടാ ഇന്നത്. ഹല്ലേലൂയ നമ്മോടാണെന്ന് നമ്മൾ തിരിച്ചറിയണം. ദൈവസഭയോടാണെന്ന് പ്രാർത്ഥിക്കുന്നവർ ഉത്തരവാദിത്വത്തോടെ തിരിച്ചറിയണം. അവിടെ നിങ്ങൾ ഹല്ലേലൂയ ശ്രദ്ധിക്കുമ്പോൾ ഒരു ഹല്ലേലൂയ ജനസമൂഹത്തെക്കുറിച്ച് പറയുന്നത് ആമേൻ ഹല്ലേലൂയ വളരെ വ്യത്യസ്തമായ കാര്യമാണ്. സ്തോത്രം. എന്നാൽ ഇത് മോഷ്ടിച്ചും കവർന്നും പോയിരിക്കുന്ന ഒരു ജനം, മോഷ്ടിച്ചും കവർന്നും പോയി. അതിൻ്റെതായ കാരണങ്ങളുണ്ട്. പക്ഷേ ആ ജനത്തിൻ്റെ അവസ്ഥ മോഷ്ടിച്ചും കവർന്നും പോയി. ആമേൻ സ്തോത്രം. അവരൊക്കെയും കുഴികളിൽ കുടുങ്ങിപ്പോയതാണ്, വീണതല്ല. കാരാഗ്രഹങ്ങളിൽ അടയ്ക്കപ്പെട്ടു. അവർ കവർച്ചയായിപ്പോയി, ആരും വിടുവിക്കുന്നില്ല. അതൊരു വലിയ വിഷമമാണ്. അവർ കൊള്ളയായിപ്പോയി, മടക്കി തരിക എന്ന് ആരും പറയുന്നതുമില്ല. നിങ്ങൾ ആര് അതിന് ചെവി കൊടുക്കും? നിങ്ങളിൽ ആര് അതിന് ചെവി കൊടുക്കും? സ്തോത്രം. നിങ്ങൾ വളരെ ശ്രദ്ധിക്കണമേ. ആമേൻ ഹല്ലേലൂയ. ഭാവി കാലത്തേക്ക്
ആര് ശ്രദ്ധിച്ച് കേൾക്ക്. 2 ഹല്ലേലൂയ ചോദ്യങ്ങൾ അതിൻ്റെ അകത്ത്. വളരെ ഹല്ലേലൂയ ശ്രദ്ധിക്കണേ. നമ്മുടെ ദേശം, നമ്മുടെ സഭ, ആമേൻ ഹല്ലേലൂയ, ഒരു കുടുംബം, ഒരു വ്യക്തി, ആമേൻ ഹല്ലേലൂയ, മോഷ്ടിച്ചും കൊള്ളയായും പോയാൽ, ആമേൻ സ്തോത്രം, മടക്കി തരിക എന്ന് പറയാൻ ആരുമില്ല എങ്കിൽ, പ്രതികരിക്കാൻ ആളില്ലെങ്കിൽ, ആമേൻ സ്തോത്രം, വിടുതലുണ്ടാകത്തില്ല. ഇവിടെ ഞാനത് വിശദീകരിക്കുന്നില്ല. പറ്റുമെങ്കിൽ വൈകുന്നേരം ആമേൻ സ്തോത്രം വിശദീകരിക്കാം. അതും കൂടെ ഓർപ്പിക്കുക. ഇന്ന് വൈകുന്നേരം നമുക്ക് പ്രാർത്ഥനയുണ്ട്. ഉപവാസത്തിൻ്റെ ഇടയ്ക്ക് ഞാൻ പറഞ്ഞു, പ്രാർത്ഥിക്കുന്നവർക്ക് വീണ്ടും പ്രാർത്ഥിക്കണം. എന്തോ ഒരു വിഷയം ആമേൻ എൻ്റെ ജീവിതത്തിൽ പ്രത്യേകമായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നി എന്ന് നിങ്ങൾ പറഞ്ഞാൽ ആ വിഷയങ്ങൾക്ക് വേണ്ടി വൈകുന്നേരം പ്രാർത്ഥിക്കും. വൈകുന്നേരം വ്യക്തിപരമായിട്ടൊക്കെ പ്രാർത്ഥിക്കണമെന്ന ചിന്തയുണ്ട്. എത്ര ബലഹീനതയെങ്കിലും ഓരോ സെക്കൻഡ് ദൈവം തരുന്നതും പ്രാർത്ഥിച്ച് ഓരോ വിഷയങ്ങൾ ക്ലിയർ ചെയ്യുക എന്ന ഉത്തരവാദിത്വത്തിലാണ് ഈ ദിവസങ്ങളിൽ നിൽക്കുന്നത്. വ്യക്തതയോടെ പിശാചിനെതിരെയുള്ള യുദ്ധത്തിലാണ് ദൈവസഭ നിൽക്കുന്നത്. കരങ്ങളെ ഉയർത്തി ഒന്ന് സ്തുതിച്ചേ. ആമേൻ ഹല്ലേലൂയ. ഇവിടുത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ മോഷ്ടിച്ചും ആമേൻ ഹല്ലേലൂയ കവർന്നും പോയ ജനമല്ല അവിടുത്തെ പ്രശ്നം. വേദന, ഇവർക്ക് വേണ്ടി സംസാരിക്കാൻ ആളില്ല, ഇവരെ വിടുക എന്ന് പറയാൻ ആളില്ല. സ്തോത്ര. മിസ്രയീമിന്റെ അടിമത്വത്തിൽ ഹല്ലേലൂയ കിടന്ന ജനത്തിന്റെ നടുവിൽ ഒരുവനെ ദൈവം അയച്ചേച്ച് പറഞ്ഞു, നീ ചെന്ന് പറയണം, എന്നെ ആരാധിക്കാൻ എൻ്റെ ജനത്തെ വിടുക. കുടുംബങ്ങൾ തകരുമ്പോൾ, കുടുംബങ്ങൾ ശിഥിലമാകുമ്പോൾ ദൈവ കോപമായിരിക്കാം അവരുടെ ഹല്ലേലൂയ മേൽ കിടക്കുന്നത്. ദൈവം കൈവിട്ട നിമിത്തമായിരിക്കാം പിശാച് അവരെ ആക്രമിക്കുന്നത്. നിങ്ങൾ ബൈബിൾ പഠിച്ചാൽ ദൈവം അത് ഇഷ്ടപ്പെടുന്നില്ല. ദൈവം അത് ഇഷ്ടപ്പെടുന്നില്ല. തകർച്ച ദൈവം ഇഷ്ടപ്പെടുന്നില്ല. പക്ഷെ ഒരു കുടുംബം തകരുന്നത് കണ്ടാൽ നോക്കി നിൽക്കാനും പരിഹാസം പറയാനും വിധി കൽപ്പിക്കാനും ജനമുള്ളപ്പോൾ ആമേൻ ഹല്ലേലൂയ, ഇവിടെ നീ വിടണം എന്ന് അവർക്ക് വേണ്ടി പറയാൻ ആളില്ല. ആത്മീകത്തിൽ ഈ ചിന്ത എടുക്കണം. ആത്മീകത്തിൽ ഈ ചിന്ത എടുക്കണം. ഈ ദേശത്തിന് സ്വാതന്ത്ര്യം വരണമെന്ന് പറയാൻ ഈ സഭയിൽ ആളുണ്ടാകണം. ഈ ദേശത്തെ വിടുവിക്കണം. നിന്റെ ദേശത്തിന് വിടുതൽ വേണമെന്ന്, നിന്റെ ദേശത്തിൽ തകർന്നു പോകുന്ന കുഞ്ഞുങ്ങളെ നോക്കി, ആമേൻ തലമുറയെ നോക്കി, ദൈവനാമത്തിൽ ആമേൻ ഈ ദേശത്തിൽ വിടുതൽ വേണമെന്ന് പറയാൻ ആർജവം ലഭിച്ചവർ ദൈവസഭയിൽ ദേശത്തിൽ ഉണ്ടാകണം. പറയണം. കൂടെ പഠിക്കുന്ന മക്കൾ വഴിതെറ്റി പോകുമ്പോൾ, ആമേൻ സ്തോത്രം, അയൽക്കാരൻ വഴിതെറ്റി പോകുമ്പോൾ, പാപത്തിനും സാത്താനും അടിമപ്പെട്ട് കിടക്കുമ്പോൾ, ഒരു കുടുംബത്തെ ഹല്ലേലൂയ തകർത്ത് മുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ പറയാൻ നിന്റെ നാവ് പൊങ്ങണം. ദൈവനാമത്തിൽ സ്തോത്രം. മൂത്തവനും ഇങ്ങനെയായിരുന്നു, അടുത്തവനും അങ്ങനെയായി, ഇനി അടുത്തതും ഇങ്ങനെ ആകുമെന്ന് പറയാനല്ല ദൈവം നമ്മെ വിളിച്ചേ. സ്തോത്രം. ആ തകർച്ച കണ്ട് വിലയിരുത്താനല്ല വിളിച്ചത്. ആമേൻ പിശാച് മോഷ്ടിക്കുന്നതിനെ, പിശാച് കവർന്നു കളയുന്നതിനെ, പിശാച് തകർത്ത് തടവറയിലാക്കുന്നവനെ, പിശാച് കുഴിയിൽ തള്ളിയിടുന്നവനെ ആമേൻ മടക്കി പിടിക്കാനാണ് ദൈവസഭയെ വിളിച്ചത്. ഇന്ന് ആളില്ലാത്തത് ആ ഒരു മേഖലയിലാണ്. ഇന്ന് ഹല്ലേലൂയ പ്രതികരിക്കാൻ ആളില്ലാത്തത് സാത്താന്റെ ശക്തിക്കെതിരെയാണ്. ആരെങ്കിലും പ്രതികരിച്ചാൽ തന്നെ അവിടെ ഹല്ലേലൂയ വലിയ വിഷയമുണ്ടാകുന്ന അനുഭവങ്ങളുണ്ട്. ഇന്ന് പകൽ ഈ സഭയോട്, ദൈവ ജനത്തോട്, ആമേൻ ദൈവ മക്കളോട് ഞാൻ പറയുന്നു, മടക്കി തരാൻ പറയാൻ കരുത്തുള്ള, സാത്താന്യ ശക്തിയെ തള്ളിമാറ്റാൻ, മോഷ്ടിക്കാനും അറുക്കാനും മുടിക്കാനും വന്നവൻ ചെയ്യുന്ന പ്രവൃത്തിക്കെതിരെ വ്യക്തമായി അധികാരത്തോടെ ആത്മബലത്തോടെ നിൽക്കാൻ ഒരു സമൂഹം ഈ സഭയ്ക്കകത്തുണ്ടാകണം ഇന്ന് പകൽ. അതുകൊണ്ട് തന്നെ ഈ സഭയിൽ ആരാധിക്കുന്ന കുടുംബങ്ങളെ ആമേൻ മുടിക്കാൻ ശ്രമിക്കുന്ന പിശാചിനോട് കരുത്തോടെ ഞങ്ങൾ പറയുന്നു, ഞങ്ങൾ അനുവദിക്കത്തേ ഇല്ല എന്ന്. സ്തോത്രം. നിങ്ങൾ തിരിച്ചറിയണം. സ്തോത്രം. പലതും വിധി കൽപ്പിക്കാൻ ആളുണ്ട്. വിധി കൽപ്പിക്കലല്ല, നമ്മൾ ചെയ്യണം. ഞാൻ ഈ പറഞ്ഞു ഉപവസിച്ച പ്രാർത്ഥിക്കുന്നവരോട് ഞാൻ പറയുന്നതാ, പ്രാർത്ഥിക്കുന്നത് കൃത്യതയോടെ പ്രാർത്ഥിക്കുക. അതിനകത്ത് വീഴ്ച വന്നു എന്ന് ചില കുടുംബങ്ങളുണ്ട്. ഞാൻ തുറന്ന മനസ്സോടെയാ പറഞ്ഞേ, എനിക്ക് പറയാൻ പറ്റണം, കർത്താവേ ഞാൻ പ്രാർത്ഥിച്ചു, തകരാൻ പോകുന്നത് എനിക്കറിയാം, എവിടെ പോയി ഇടിച്ചു നിൽക്കുമെന്ന് എനിക്കറിയാം, പക്ഷെ എനിക്ക് പറയാൻ പറ്റണം, എൻ്റെ മുട്ട് മടക്കി ഞാൻ, എനിക്ക് തന്ന അധികാരത്തിൽ ഞാൻ എതിർത്തു, അതെനിക്ക് പറയാൻ പറ്റണം. നിങ്ങൾ തിരിച്ചറിയുന്നുണ്ടോ? അതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ ദിവസമൊക്കെ ആരംഭത്തിൽ പറഞ്ഞു, ക്രമീകരണം വേണ്ട സകലരും ക്രമീകരിച്ചോളണം. സ്തോത്രം. വിശ്വാസം വർദ്ധിക്കണം. പാപങ്ങൾ ചെയ്ത് അങ്ങനെ പോകുന്നവർ മടങ്ങി വരണം. സഭയുമായി ബന്ധമില്ലാത്തവൻ സഭയിൽ ഉറപ്പിക്കണം. ഏറ്റവും വലിയ ആവശ്യകത. വല്ലപ്പോഴും തോന്നുമ്പോഴും വരിക, തോന്നുമ്പോൾ ഹല്ലേലൂയ വരിക, തോന്നുന്ന ദിവസം വരിക, നോ, അതൊക്കെ വലിയ അടിസ്ഥാനപരമായ കാര്യങ്ങളാണ്. ഉറപ്പിക്കണം. ദൈവസഭയുടെ ചിറകിന്റെ നിഴലിൽ നിന്നാൽ പിശാചിന് തൊടാൻ പറ്റത്തില്ല. സ്തോത്രം. സ്നാനപ്പെടാത്തവൻ സ്നാനപ്പെടണം. ഞാൻ പറഞ്ഞല്ലോ, അവസാന ദിവസം സ്നാനമുണ്ട്. സ്നാനപ്പെടാൻ തീരുമാനിച്ചോളണം. ആ തീരുമാനത്തിന് ശക്തിയുണ്ട്. നിങ്ങളുടെ മേൽ വെറുതെ കരമെടുത്ത് വെക്കുകയല്ല, ആ കരം വെപ്പിനകത്ത് വിടുതലുണ്ട്. ഞാൻ 2 ദിവസവും പറഞ്ഞു, ആമേൻ ഹല്ലേലൂയ, ഒരു കൈവെപ്പിനാൽ സ്വർഗം പറയുന്ന വിടുതലുകളുണ്ട്. അത് നടക്കണമെന്ന ഉദ്ദേശത്തോടെയാ കൈവയ്ക്കുന്നത്. വിശ്വസിക്കുന്നവരുടെ മേലത് വ്യാപരിക്കുന്നത് കണ്ണുകൊണ്ട് കാണുന്നുണ്ട്.
സൗഖ്യമായും അഭിഷേകമായും അധികാരമായും അത് വെളിപ്പെടുന്നത്. എന്നെ കാണുന്ന കുഞ്ഞുങ്ങളോടൊക്കെ ഞാൻ ആവേശത്തോടെ പറയുന്നതാണ്, മക്കളെ പ്രാർത്ഥിച്ചൊരുങ്ങണം, പ്രാർത്ഥിച്ചൊരുങ്ങണം. എൻ്റെ അകത്ത് അത്ര വിശ്വാസമാണത്. സ്തോത്രം, അത് സംഭവിക്കണം. ഇതിനകത്തുനിന്ന് ഒരു തലമുറ എഴുന്നേൽക്കണം. മോഷ്ടിക്കുന്നത് കണ്ട് എനിക്കുള്ളതിനെ മാത്രം സംരക്ഷിച്ചിരിക്കുകയല്ല, മോഷ്ടിക്കപ്പെട്ട് കിടന്ന് കവർന്നു പോയ ജനത്തെ നോക്കി, തകർന്നു കിടക്കുന്നവനെ നോക്കി, പിശാച് ചവച്ചു തുപ്പിയതിനെ നോക്കി പ്രതികരിപ്പാൻ കരുത്തുള്ള, ആത്മാവിൽ പോരാടാൻ കരുത്തുള്ള, ആത്മാവിൽ ബലത്തോടെ നിന്ന് ശക്തിയോടെ പ്രാർത്ഥിച്ച് അവരെ മടക്കിക്കൊണ്ടുവരാൻ കഴിയുന്ന ഒരു സമൂഹം ദൈവത്തിന്റെ സഭയിലുണ്ടാകണം. വിശ്വാസം നഷ്ടപ്പെട്ട സകലതും ഇന്ന് പകൽ മടങ്ങി വരണം. ആത്മീക അധികാരത്തോടെ പ്രാർത്ഥിക്കണം. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ഇതാ ചെയ്തുകൊണ്ടിരിക്കുന്ന ഓരോ കുടുംബത്തെ നോക്കി ചെയ്തുകൊണ്ടിരിക്കുന്നേ. നീ വിട്ടു തരണമെന്നാ പറയുന്നേ. നീ മുട്ടുമടക്കണം. എൻ്റെ കുഞ്ഞിനെ തൊടരുത്, എൻ്റെ അമ്മയെ തൊടരുത്, എൻ്റെ പിതാവിനെ തൊടരുത്. സ്തോത്രം, എൻ്റെ തലമുറയെ തൊടരുത്. വലിച്ചു കൊണ്ടുപോയെടുത്ത് തിരികെ പിടിക്കാനാണ് ശ്രമിക്കുന്നേ. സ്തോത്രം, ചേർന്ന് പ്രാർത്ഥിക്കണം, ശക്തമായി പ്രാർത്ഥിക്കണം. പ്രാർത്ഥിച്ചാൽ ഒരു വിടുതലുണ്ട്. സ്തോത്രം, ഹല്ലേലൂയ. മോഷ്ടിച്ചും അറുത്തും ഹല്ലേലൂയ മുടിച്ചും പോയ ഹല്ലേലൂയ കുടുംബങ്ങൾ, വ്യക്തികളാണ്. സ്തോത്രം, ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞു, വചനം ആവർത്തിക്കാതെ പറയാം. നമ്മൾ കേൾക്കുന്ന വചനം, അതിലാണ് ഈ ഉപവാസത്തിലെ വിടുതൽ. ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യമുള്ളതായി, ഇരുവായ്ചകളുടെ ഏത് വാളിനേക്കാളും മൂർച്ചയുള്ളതും പ്രാണനെയും ആത്മാവിനെയും സകല സന്ധിമജ്ജകളെയും വേർപെടുവിക്കും വരെ തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിലെ ചിന്തകളെയും ഭാവങ്ങളെയും വിവേചിക്കുന്ന. അത് നോക്കി, ഒരു ദിവസം എടുത്താൽ പ്രസംഗിച്ച് തീർക്കാൻ പറ്റാത്ത കാര്യങ്ങൾ അതിനകത്തുള്ള. ഇത് നമ്മൾ വിശ്വസിക്കണം. ഈ കേൾക്കുന്ന വചനം ബിനിൽ പാസ്റ്ററിന്റെ വചനം ഒന്ന് ചിന്തിക്കരുത്, ഞായറാഴ്ചത്തെ പ്രസംഗം ഒന്ന് ചിന്തിക്കരുത്. സാക്ഷാലാകുന്നത് പോലെ ദൈവവചനം എന്നെണ്ണി ഏറ്റെടുക്കണം. വിശ്വസിക്കുന്ന നിങ്ങളിൽ അത് വ്യാപരിച്ചുകൊണ്ടിരിക്കും, അത് പ്രവർത്തിക്കും. ഞാൻ അതാ പറഞ്ഞ ഓരോ വാക്കും ഇവിടെ ഉണ്ടാകും. വിശ്വസിക്കുന്നവന്റെ ജീവിതത്തിൽ അത് ക്രിയ ചെയ്യും. വചനത്തിന്റെ ശക്തി നിങ്ങൾ കുറിച്ചു വെച്ചോ. നിങ്ങൾ ഹല്ലേലൂയ പറഞ്ഞ വിഷയത്തെ ഈ വചനം തൊട്ടിരിക്കും. നിങ്ങൾ വിശ്വസിച്ചാൽ വചനം തൊട്ടിരിക്കും. നിങ്ങൾ ഈ ഹല്ലേലൂയ ശബ്ദം കേൾക്കുന്നു, നിങ്ങൾ ഇവിടെ നിന്ന് പോകുന്നു, പക്ഷെ വചനം പോകത്തില്ല. അതിന് ജീവനുണ്ട്, ചൈതന്യം ഉണ്ടെങ്കിൽ അത് ചലിച്ചിരിക്കും. ഇരുവായ്ത്തലുള്ള വാളിനേക്കാൾ മൂർച്ചയുണ്ട്, മുറിയാത്തതിനത് മുറിച്ചിരിക്കും. നീ അത് അറിയണ്ട. ഹല്ലേലൂയ. ഹൃദയത്തിലെ ചിന്തകളെ വിവേചിക്കാൻ, ഇടിച്ചു കയറാൻ ഈ വചനത്തിന് പറ്റും. ഭാവങ്ങളെ വിവേചിക്കാൻ പറ്റും. ആ പ്രാണനെ, ആത്മാവിനെ, സന്ധി മജ്ജകളെ തുളയ്ക്കുമെന്ന് പറയുമ്പോൾ അതിന്റെ ആഴത്തിലേക്ക് വരിക. നമ്മുടെ ജീവിതത്തിൽ നടക്കാത്ത, സഭകളിൽ നടക്കാത്ത ഒരു വലിയ പ്രശ്നമാണിത്. പണ്ട് ലിദിയയുടെ ഹൃദയം തുറന്നു, അതിനുശേഷം തുറന്നു, ഒത്തിരി പേരുടെ തുറന്നു. പക്ഷെ ഇന്ന് ഈ വചനങ്ങൾക്ക് സ്വാധീനമില്ലാത്തതിന് കാരണം അത് വിശ്വാസമായി പരിണമിക്കുന്നില്ല. വിശ്വസിച്ചാൽ നിന്റെ ഹൃദയത്തിന്റെ അകത്ത് നീ പറയുന്ന ഏത് ചിന്താഗതിയും ഇടിക്കാൻ ഈ വചനത്തിന് പറ്റും. പക്ഷെ ആ ക്രിയ നടക്കണം, വചനത്തിന്റെ ക്രിയ നടക്കണം. അതിനാണ് പ്രാർത്ഥിക്കേണ്ടത്. ബിനിൽ പാസ്റ്റർ ഒച്ച എടുക്കുമ്പോൾ ശക്തിയോടെ പ്രാർത്ഥിച്ചോളണം ദൈവസഭ. അത് സംഭവിക്കാതിരിക്കുന്ന ഒരു വിഷയം. തുളച്ചു ചെല്ലുന്നില്ല, വെറുതെ പോകുക. ഹല്ലേലൂയ. പക്ഷെ ഈ ക്രിയ നടന്നാൽ, നിങ്ങൾ ആലോചിച്ചേ, ഈ ക്രിയ നടന്നാൽ സ്തോത്രം, സുവിശേഷ പ്രസംഗങ്ങൾ, ദേശം എങ്ങനെ ഇരിക്കും? ശക്തിയോടെ പ്രാർത്ഥിക്കണം. ഇതെന്താ നടക്കാത്തത്? കൊരിന്ത്യർ ലേഖനം നിങ്ങൾക്കറിയാം വാക്യം. സ്തോത്രം, പിശാച് ഹൃദയത്തെ കുരുടാക്കി വെച്ചിരിക്കുക. അതിനകത്തോട്ട് കയറാനാ ദൈവസഭയുടെ പ്രാർത്ഥന. നന്നായി ഹല്ലേലൂയ കൈയടിക്കുന്ന ഹല്ലേലൂയ അനുഭവം നല്ലതാ. പക്ഷെ പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കാൻ കൃപ ലഭിച്ച് 2 ദിവസമായിട്ട് കേട്ട് തീർന്ന വചനം വീണ്ടും പുതിയതുപോലെ ഇരിക്കുക. എൻ്റെ മുഖത്ത് നോയിക്കൊണ്ടിരിക്കുക. നല്ലതാ നോയിക്കൊണ്ടിരിക്കുന്നത്. പ്രാർത്ഥിക്കാൻ എന്തുകൊണ്ടാണ് കഴിയാത്തേ? നിങ്ങൾ പഠിക്കുകയാണോ ഇത്? ഇതിനെ ഒന്ന് ജീവിതത്തിലേക്ക് പകർത്തിയേ. സ്തോത്രം. കർത്താവേ, എൻ്റെ ഹൃദയത്തെ ഞാൻ തുറന്നത് സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞേ. സ്തോത്രം. ജീവനും ചൈതന്യമുള്ള വചനം ഇന്ന് പകൽക്കാലം ജീവിപ്പിക്കട്ടെ. ഒരിടത്തും തുളച്ചു ചെല്ലാൻ പറ്റാത്ത വിഷയങ്ങളെ ദൈവം തൊടട്ടെ. ഞാൻ പറഞ്ഞല്ലോ, ഈ കഴിഞ്ഞ ആഴ്ച തന്നെ 3-4 പേര് എന്നോട് പറഞ്ഞു ട്യൂമറുകൾ മാറി. സ്തോത്രം. ഞാൻ പറയട്ടെ, ഇതെങ്ങനെയാ പറ്റുന്നേ? നമുക്ക് കയറി തൊടാൻ പറ്റുമോ ട്യൂമറിനെ? ഇല്ല. സ്തോത്രം. നമുക്ക് തൊടാൻ പറ്റാത്തടത്ത് ആർക്ക് തൊടാൻ പറ്റും? ദൈവത്തിന്റെ ആത്മാവിന് തൊടാൻ പറ്റും. ആത്മാവിന് അയക്കപ്പെടുന്ന വചനത്തിന് തൊടാൻ പറ്റും. സ്തോത്രം. അതുകൊണ്ടാണ് ഞാൻ സാധാരണ പറയുന്നത്, മന്ത്രവാദം ചെയ്ത് കുഴിച്ചിട്ടതിനെ കുഴിച്ചെടുക്കാൻ നീ പോണ്ട. സ്തോത്രം. ആഭിചാരം ചെയ്ത് താത്തു വെച്ചതിനെ നീ എടുക്കാൻ പോണ്ട. അവിടെ ഇരിക്കുന്നു, ഇവിടെ ഇരിക്കുന്നു, അതല്ല പ്രശ്നം. നിന്നെ ഇവിടെ ഇരുത്തി ദൂത് കേൾപ്പിക്കുമ്പോൾ നീ വിശ്വസിച്ചാൽ അഴിയേണ്ടടുത്ത് അഴിയത്തില്ലേ? പൊട്ടേണ്ടത് പൊട്ടത്തില്ലേ? അതിന് ഏത് ആഴത്തിൽ കിടന്നാലും അത് തകരത്തില്ലേ? അത് ഏത് വ്യക്തിയുടെ മേലാണെങ്കിലും അത് വ്യാപരിക്കത്തില്ലേ? അങ്ങനെയെങ്കിൽ ഈ വചനത്തിന്റെ ശക്തി ഒന്ന് സ്വീകരിക്കുക. ഈ വചനത്തിന്റെ ശക്തി നിന്റെ രോഗത്തിലേക്കൊന്ന് സ്വീകരിക്കുക. ഈ വചനത്തെ നീ ഒന്ന് വിശ്വസിച്ച് സ്വീകരിക്കുക. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അത് ചെയ്യുമെന്ന് ശക്തമായി ദൈവസഭയ്ക്ക് വിശ്വസിപ്പാൻ കരുത്തുണ്ടെങ്കിൽ കരമടിച്ച് ശക്തിയോടെ കർത്താവിന് മഹത്വം കൊടുത്തേ.
സ്തോത്രം. ഞാൻ വീണ്ടും പറയുന്നു പ്രിയരെ, നടക്കാൻ പോകുന്ന വിടുതൽ വചനത്താല. ഞാൻ അത്ര കൃത്യതയോടെയാ ഞാൻ ഈ ദിവസങ്ങൾ നിങ്ങളോട് പറയുന്നേ. ആ വചനത്തിന്റെ ശക്തി വെളിപ്പെടും. വചനത്തിൽ വിശ്വസിക്കണം. ഏറ്റവും വലിയ ശത്രുവിന്റെ തന്ത്രം അതിനെതിരെ ചിന്തിപ്പിക്കുന്നത്, അതിനെ ഹാലുലിയ കുടഞ്ഞു കളയുക എന്നത്. ആവർത്തിച്ചത് തന്നെ പറഞ്ഞ് നിങ്ങൾ പ്രാർത്ഥിക്കണം. ആമേൻ. ഹാലുലിയ. നമ്മളൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ ശരീരത്തിൽ, നമ്മുടെ ജോലിയിൽ, നമ്മുടെ ഭാവിയിൽ, ആമേൻ, നമ്മുടെ സഭയിൽ, ദേശത്തിൽ എവിടെയാണ് ആമേൻ സ്തോത്രം ഒരു പ്രതിസന്ധി പിശാച് വെച്ചതാണെങ്കിൽ ഈ ഉപവാസത്തിൽ അത് ആമേൻ ദൈവത്തിന്റെ ആമേൻ വചനത്തിന്റെ ശക്തിയാൽ അഴിയുമെന്ന് പൂർണ്ണമായ വിശ്വാസത്തോടെ ദൈവസഭ പ്രാർത്ഥിക്കാൻ തയ്യാറാകണം. ഓരോരുത്തരും പ്രാർത്ഥിക്കാൻ. അടച്ചതിനെ തുറന്നെടുക്കണം. ഇല്ലെന്ന് പറഞ്ഞത് ഉണ്ടെന്ന് പറയണം. തരത്തില്ലെന്ന് പിശാച് പറഞ്ഞതിനെ ഇവിടെ ഉയർത്തി പിടിച്ചുകൊണ്ട് തന്നു എന്ന് പറയണം. ആമേൻ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇതിന്റെ അവസാന ദിവസം സാക്ഷ്യങ്ങൾ പറയണം. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ കേട്ടു, സാക്ഷ്യങ്ങൾ പറയണം. ഇല്ലെന്ന് പറഞ്ഞത് പിശാചിന്റെ പിടിച്ചെടുത്തു എന്ന് ഇവിടെ നിന്ന് പറയത്തക്കവണ്ണം, നിന്റെ ലൈഫിൽ പിശാച് തകർച്ചതിനെ നീ തിരികെ പിടിച്ചു എന്ന് പറയത്തക്കവണ്ണം സർവശക്തന്റെ പ്രവൃത്തിക്ക് വേണ്ടി ഈ ദിവസങ്ങളിൽ ഒരുങ്ങണം. സ്തോത്രം. അത് സംഭവിച്ചേ പറ്റൂ. ഹല്ലേലൂയ. ആമേൻ. വായിച്ചേ മത്തായി എഴുതിയ സുവിശേഷം 17:21. എങ്കിലും പ്രാർത്ഥനയാലും ഉപവാസത്താലും അല്ലാതെ ഈ ജാതി നീങ്ങി പോകുന്നില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. സ്തോത്രം. ഞാനെന്ന് പറഞ്ഞതുകൊണ്ട് ഇപ്പൊ കറക്റ്റാ വായിച്ചു. സ്തോത്രം. ശ്രദ്ധിച്ചേ, ആ ഹാലിൽ ഉപവാസത്തിന്റെ ചിന്ത യേശു പറഞ്ഞതാ. എങ്കിലും പ്രാർത്ഥനയാലും, എന്നെ ശ്രദ്ധിച്ചേ, പ്രാർത്ഥനയാലും ഉപവാസത്താലും അല്ലാതെ ഈ ജാതി നീങ്ങത്തില്ല. ഏത് ജാതിയാണ്? അല്ലെ, ജാതി എന്ന് പറയുമ്പോൾ നമുക്കറിയാം. സ്തോത്രം. ആ ജാതി എന്ന വിഷയം ബൈബിൾ പഠിച്ച ഇതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾ കത്തും, ഭയങ്കരത്ത് തുള്ളിച്ചാടും. സ്തോത്രം. ഈ ജാതി നീങ്ങി പോകത്തില്ല. അതെന്തുകൊണ്ടാണ് കർത്താവ് പറഞ്ഞേ? അപ്പൊ അതിന്റെ മറുവശം പറയാം. സഹോദരന്മാരെ ശ്രദ്ധിച്ച് കേൾക്കണേ. ഞാൻ പറഞ്ഞല്ലോ, ഇത് കാണാതെ അറിയുന്നുള്ള വാക്യോ, അതിൽ കാര്യമില്ല. പക്ഷെ ഞാൻ വീണ്ടും ഇത് പറയുന്നത്, നിങ്ങളുടെ വിശ്വാസം, എൻ്റെ വിശ്വാസം ആമേൻ ഹാലി ദൈവവചനത്തോട് ചേർന്നാകണം. ദൈവവചനത്തോട് ചേർന്ന് കർത്താവ് പറയുന്നു, പ്രാർത്ഥനയാലും ഉപവാസത്താലും അല്ലാതെ ഈ ജാതി നീങ്ങത്തില്ല എന്ന് പറഞ്ഞാൽ ഒരു വിഷയത്തിന്റെ അവസാന വാക്കാണത്. നീ ഇന്നലെ പ്രാർത്ഥിച്ചു, നീ ഇന്നലെ ഹാലുലിയ പൈസ ചെലവിട്ടു, നീ ഇന്നലെ ഹാലുലിയ നേർച്ച നേർന്നു, നീ ഇന്നലെ ഹാലുലിയ മറ്റൊരാളിന് ഹാലുലിയ ആമേൻ സഹായം തേടി, രാഷ്ട്രീയക്കാരന് സഹായം തേടി, അല്ലെങ്കിൽ ഹാലുലിയ പല പരിപാടികൾ ചെയ്തു, ഒത്തിരി പ്രാർത്ഥിച്ചു. അവിടെ ശിഷ്യന്മാർ പ്രാർത്ഥിച്ചതുപോലെ ഒന്നും നടന്നില്ല എങ്കിൽ കർത്താവ് പറയുന്നത് ഇതിനൊറ്റ മരുന്നേ ഉള്ളൂ. മാറാതെ നിൽക്കുന്നവൻ മാറാൻ ഒറ്റ മരുന്നേ ഉള്ളൂ. എന്നതാ? ഒന്ന് ഉറക്കെ പറഞ്ഞേ, എന്നതാ മരുന്ന്? പ്രാർത്ഥനയും ഉപവാസവും. ഇപ്പൊ സഭ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നതാ? പ്രാർത്ഥനയും ഉപവാസം. അപ്പൊ വിശ്വാസ സമൂഹം ഇത് കേൾക്കുമ്പോൾ ഈ 20 കുടുംബങ്ങൾ വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ ആ കുടുംബങ്ങൾ എന്നാ വിശ്വസിക്കേണ്ടേ? നിങ്ങൾ വിശ്വസിക്കണം, ഏത് തകരാത്തതും യേശു പറഞ്ഞു പ്രാർത്ഥനയിലും ഉപവാസത്തിലും തകരുമെങ്കിൽ ദൈവദാസനും സഭയും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയും ചെയ്യുമ്പോൾ ആമേൻ പിശാചേ നിനക്ക് ഞങ്ങളുടെ മേൽ സ്വാധീനം ചെലുത്താൻ പറ്റത്തില്ല എന്ന് ഇതിനകത്തിരിക്കുന്ന ഓരോ വിശ്വാസികളും വിശ്വസിക്കാൻ മനസ്സുണ്ടെങ്കിൽ, ആ വചനത്തെ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ അതാ, ആ വചനം നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ ഈ ദിവസങ്ങളിൽ ഉപവാസ പ്രാർത്ഥനയ്ക്കകത്ത് വ്യക്തതയോടെ ശത്രുവിന്റെ ശക്തികൾ നിന്നെ വിട്ട്, കുടുംബത്തെ വിട്ട്, തലമുറയെ വിട്ട് മാറിപ്പോകുമെന്നത് രണ്ട് പക്ഷമില്ല. ഉറപ്പിച്ച് വിശ്വസിക്കണം. വചനത്തിലെ വിശ്വാസം വർദ്ധിക്കട്ടെ. സ്തോത്രം. തിരിച്ചറിയണം. പാസ്റ്റർ പ്രാർത്ഥിച്ച് നോക്കുന്നല്ല, പ്രാർത്ഥിക്കുന്നതിന്റെ ഉദ്ദേശം തിരിച്ചറിയണം. വ്യക്തതയോടെയാ പ്രാർത്ഥിക്കുന്നേ. സ്തോത്രം. ആ പ്രാർത്ഥനയിലും ഉപവാസത്തിലും മാറാത്തവനില്ലെന്ന് പറഞ്ഞാൽ പിശാചിന് പിന്നെ മാറില്ല എന്ന് പറയാൻ പറ്റത്തില്ല. അത് അധികാരത്തോടെ ദൈവസഭ പ്രാർത്ഥിക്കുമ്പോൾ അഴിഞ്ഞു മാറും. അവിടുത്തെ പ്രശ്നം സ്തോത്രം, ഒരപ്പൻ വരിക പ്രാർത്ഥിക്കാൻ മോനെയും കൊണ്ട്, ഒന്ന് തൊട്ട് പറയാം, 2 ദിവസം പറഞ്ഞ കാര്യോ ഏമേൻ സ്തോത്രം. അപ്പന് ശിഷ്യന്മാര് പ്രാർത്ഥിച്ചു കഴിയുന്നില്ല. എന്താ രോഗം? ചന്ദ്രരോഗം. തീ കണ്ട പ്രശ്നം, വെള്ളം കണ്ട പ്രശ്നം. അവിടെ മാത്രമേ പ്രശ്നമുള്ളൂ. അതാ അതിന്റെ പ്രത്യേകത. ഏമേൻ. അപ്പൻ കൊണ്ട് കരയുക. ഏമേൻ. ശിഷ്യന്മാർക്ക് കഴിഞ്ഞില്ല. ആ രോഗത്തിൻ്റെ ഒരു പ്രശ്നം എൻ്റെ ഹൃദയത്തിൽ നിന്ന്, ആ ചിന്ത, ദൈവം തന്ന ചിന്തയാണ് ഞാൻ പറയുന്നത്. ആ അപ്പനൊരു ഹാലിലെ തലവേദനയായി തീർന്ന പ്രശ്നം. നിങ്ങൾ അപ്പനെ ഒന്ന് കാണണം. അപ്പനെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും, ഈ ചെറുക്കനെ വിട്ട് എങ്ങോട്ട് നീങ്ങാൻ പറ്റൂല. ഇവൻ എവിടെ കൊണ്ടുപോയാലും അപ്പൻ്റെ കണ്ണ് ആരുടെ മേല? മോൻ്റെ മേല. കാര്യം എന്നതാ? തീ കണ്ടാ പ്രശ്നം. തീ ഉള്ളിടത്ത് അവനെ വിടാൻ പറ്റത്തില്ല, വെള്ളം ഉള്ളിടത്ത് വിടാൻ പറ്റത്തില്ല, ഒറ്റയ്ക്ക് വിടാൻ പറ്റത്തില്ല. പോയാൽ അപ്പനും കൂടെ പോകും. തീ കണ്ട പിശാച് അപ്പ പ്രവർത്തിക്കും. അത് മനസ്സിലാകുന്നില്ല നിങ്ങൾക്ക്? തീ കണ്ട അപ്പം പ്രവർത്തിക്കും. അതുകൊണ്ടാണ് ചിലർ കയറ് കണ്ട അപ്പ പ്രവർത്തിക്കുന്നേ. തലേ ദിവസം സംസാരിച്ചിട്ട് വന്നതാ. മീൻ സ്തോത്രം. പക്ഷെ പെട്ടെന്ന് കയറ് കണ്ടപ്പോൾ അവൻ്റെ അകത്തൊരു തോന്നൽ, ഇപ്പം തന്നെ ഒരു ഫാനും കയറും കണ്ടു അവനങ്ങ് തീരുമാനിച്ചു, അവളങ്ങ് തീരുമാനിച്ചു. വല്ലതും പിടിയിട്ടുന്നുണ്ടോ?
ആമേൻ സ്തോത്രം. അത് തുടരുന്ന പ്രശ്നം, അത് പിശാചിൻ്റെ ഒരു പ്രശ്നമാണ്. അതുണ്ട്. പക്ഷേ ഈ അപ്പൻ എന്ത് ചെയ്യുന്നറിയാമോ? തീയിൽ ചാടാതെ വെള്ളത്തിൽ വീഴാതെ അഡ്ജസ്റ്റ് ചെയ്യുക. മോൻ്റെ വിഷയം പലരും അഡ്ജസ്റ്റ് ചെയ്യുക, പലരും അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കുക. സ്തോത്രം. കൗൺസിലിങ്ങും ചികിത്സയും ഓപ്പറേഷനും അങ്ങനെ പലരെയും കണ്ട് അല്പം മദ്യപിച്ചും ഒക്കെ സമാധാനം നഷ്ടപ്പെട്ടവൻ അങ്ങനെ, ഹല്ലേലൂയ, രോഗം വന്നവൻ അങ്ങനെ, പിശാച് വെച്ച പല പരിപാടികളുണ്ട്. ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോണ പലതും ഒരു സമയമാകുമ്പോൾ നമ്മൾ അറിയും പോയി. ഈ ചെറുക്കനെ കർത്താവിൻ്റെ കൈ കിട്ടിയതുകൊണ്ട് അത് തീക്കാതെ പോയില്ല. ദൈവകൃപയില്ലാത്ത ഒരുത്തനും പിശാചിന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടില്ല. പിശാച് പിടിച്ചവൻ വിട്ടിട്ട് പോകാൻ പിടിക്കുന്നതല്ല, വിട്ടിട്ട് പോകാനായിട്ട് അവൻ പിടിക്കത്തില്ല. അവൻ മോഷ്ടിച്ച് മറത്തും മുടിച്ചിട്ട് അവൻ പോകും. പക്ഷെ അവനിങ്ങനെ സഞ്ചരിക്കും. മറ്റൊരു വാക്യം ഞാൻ പറഞ്ഞു, ഭൂതോപദ്രവം പിടിച്ച മകളെയും കൊണ്ട് അമ്മ ഒന്ന് പ്രാർത്ഥിച്ചു. അപ്പൊ അമ്മ പറയുന്ന വാക്ക്, എൻ്റെ മകൾക്ക് ഭൂതോപദ്രവം കഠിനപ്പെട്ടിരിക്കുന്നു. അപ്പൊ കഠിനപ്പെടുന്ന ഒരു സമയമുണ്ട്. ആമേൻ സ്തോത്രം. ഇതിന്റെ വ്യത്യസ്തമായ തലങ്ങളുണ്ട്. പിശാച് അങ്ങനെ പ്രവർത്തി. ഈ ചെറുക്കൻ്റെ വീട്ടിൽ ചെന്ന് ചോദിച്ചേ, വേറെ എവിടെയെങ്കിലും ഇവനെ തള്ളിയിടത്തേയില്ല. അതാ പിശാചിന്റെ തന്ത്രം എന്ന് പറയുന്നത്. അവനറിയാം ആമേൻ സ്തോത്രം, തക്ക സമയമാകുമ്പോൾ, ഒറ്റപ്പെടുമ്പോൾ, അല്ലെങ്കിൽ ഹല്ലേലൂയ ആ സമയം പ്രവർത്തിക്കും, അവിടെ തകർക്കും. സ്തോത്രം. പക്ഷേ കൃപയാൽ ഹല്ലേലൂയ യേശുവിന്റെ അടുക്കൽ വന്നു. ശിഷ്യന്റെ ഹല്ലേലൂയ അടുക്കൽ വന്ന് നടന്നില്ല, യേശുവിന്റെ അടുക്കൽ വന്നു. യേശു അതിനെ പുറത്താക്കി. ഞാൻ പറയട്ടെ, ജീവിതത്തിൽ ആദ്യമായി ആ മകനെ നിമിത്തം അപ്പൻ സ്വസ്ഥത അനുഭവിച്ചു. ആദ്യമായിട്ട് ആ തലമുറ നിമിത്തം അപ്പൻ സ്വസ്ഥത അനുഭവിച്ചു. ഞാൻ എന്തിനാ ഇത്രയും നിർത്തി പറയുന്നതിനറിയോ? മിക്ക കുടുംബങ്ങളിലും തലമുറ പ്രശ്നം, തലമുറയെ കുറിച്ചുള്ള ചിന്തയാ. ആദ്യം മുഴുവൻ മക്കളാ, ആദ്യം മുഴുവൻ തലമുറ, ആദ്യം മുഴുവൻ മകനാ, മകളാ. എല്ലാ ഭയത്തെയും ഇന്ന് പകൽ ഹൃദയത്തിൽ നിന്ന് ഇറക്കണം. അവനെ തന്ന ഒരു ഉടയവനുണ്ട്. ആ ഉടയവന്റെ അടുക്കൽ തീരാത്ത പ്രശ്നമില്ല. കർത്താവ് പറഞ്ഞു, ഉപവാസത്താൽ പ്രാർത്ഥനയാൽ അല്ലാതെ ആമേൻ സ്തോത്രം ഇത് നീങ്ങത്തില്ല. ഈ ദിവസങ്ങളിൽ മദ്യപിക്കുന്ന സകല എണ്ണത്തെയും ദൈവത്തിന്റെ കരത്തിൽ കൊടുത്തോളണം. മദ്യപാനത്തിന്റെ ആസക്തിയിട്ട് പൊരുതുന്ന പൈശാചിക ശക്തികളുണ്ടെങ്കിൽ തകരണം. ഹല്ലേലൂയ. അത് ഇന്നലകളിൽ ദൈവദാസന്മാരുടെയൊക്കെയുള്ള അരുളപ്പാടുകളാണ്. പ്രാർത്ഥിക്കണം. വഴിതെറ്റി നടക്കുന്ന തലമുറകൾ, ആത്മഹത്യ ടെൻഡൻസിയുള്ള കുടുംബങ്ങൾ, ഞങ്ങളൊക്കെ ചെന്ന് രാത്രി ചെന്ന് ഉറക്കമില്ലാതെ ഓടിയിട്ടുണ്ട്. കാര്യം എന്നാണെന്നറിയോ? ഈ വെളിപ്പാട് അകത്ത് കിടക്കുന്നത് കൊണ്ട്. അപ്പോഴെത്തിയില്ലെങ്കിൽ പറ്റത്തില്ല, അപ്പോഴുപവസിച്ചില്ലെങ്കിൽ പറ്റത്തില്ല, ആ സമയം പ്രാർത്ഥിച്ചില്ലെങ്കിൽ പറ്റത്തില്ല. ഇന്ന് പകൽക്കാലം അതിനെ നോക്കി പറയണം, പിശാചെ വിട്ടു തരണം. ഹല്ലേലൂയ. ആമേൻ. യേശു പറഞ്ഞു, ആ ഹല്ലേലൂയ ചെറുക്കനിൽ നിന്ന് വിട്ടുമാറാൻ പറഞ്ഞു. ആ ഹല്ലേലൂയ കുഞ്ഞിൽ നിന്ന് മാറിപ്പോണമെന്ന് പറഞ്ഞു. ഇന്ന് പകൽ സഭ പറയണം, പിശാച് തകർത്തുകൊണ്ടിരിക്കുന്ന വ്യക്തികളെ, കുടുംബത്തെ നോക്കി ദൈവസഭ അധികാരത്തോടെ പറയണം, വിട്ടുമാറണം. സ്തോത്ര. കരുത്തുള്ളവർ മാത്രം കരമടിച്ച് സ്തോത്രം. ഈ വിഷയങ്ങൾ പഠിക്കുമ്പോൾ ഉപവാസത്തിന്റെ പ്രസക്തി വരുന്നേ. അതുകൊണ്ടാണ് പലരും ഉപവാസം വേണ്ടെന്ന് പ്രസംഗിക്കുന്നേ. സ്തോത്രം. ഇച്ചിരി ഹല്ലേലൂയ പൈസയൊക്കെ വന്ന ന്യൂ ജനറേഷൻകാരൊക്കെ പറയുന്നുണ്ട് അല്ലേ? അങ്ങനെയല്ല. ദൈവസഭയ്ക്ക് ഉത്തരവാദിത്വമുണ്ട്. ദൈവസഭ വളരെ ഗൗരവത്തോടെ ഒരു ശുശ്രൂഷകൻ എന്ന രീതിയിൽ ഒരുപാട് ഉത്തരവാദിത്വം എനിക്കുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. സ്തോത്രം. വെട്ടാൻ നിൽക്കുന്ന പിശാചിനെ നമ്മൾ വെട്ടണം. അവിടെയാണ് ഉപവാസത്തിൻ്റെയും പ്രാർത്ഥനയുടെയും പ്രസക്തി. ഉപവസിക്കാനും പ്രാർത്ഥിക്കാനും. ഞാൻ ഹല്ലേലൂയ നിങ്ങളോട് സന്തോഷത്തോടെ പറയട്ടെ, ചലഞ്ച് ചെയ്ത് പറയട്ടെ, ഇങ്ങനെ കാഴ്ചപ്പാടുള്ള ഒരു കുറവാ. സ്തോത്രം. ഒറ്റ കുടുംബത്തെ വിടാതെ പ്രാർത്ഥിക്കുക, ഉത്തരവാദിത്വം. പ്രാർത്ഥിച്ചില്ല എന്ന് നിങ്ങൾ നാളെ പറഞ്ഞാൽ അത് ദൈവസന്നിധി നിരക്കാത്തതാകും. എനിക്ക് നല്ല ഉറപ്പാ. എന്നെ സംബന്ധിച്ച് ഓരോ കുടുംബത്തിനു വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ആമേൻ സ്തോത്രം, അതെനിക്കുള്ള ഉറപ്പാ. സഹോദരന്മാർ, സഭ, എനിക്ക് വലിയ അത്ഭുതം തോന്നിയ വിഷയം. കുറച്ചധികം പേർ അതേ ഒരു തീഷ്ണത ഉൾക്കൊണ്ട് പ്രാർത്ഥിക്കാൻ തയ്യാറായി, ഉപവസിക്കാൻ തയ്യാറായി. അതൊക്കെ വലിയ ഗൗരവമുള്ള വിഷയം. ഇതിനകത്തും ആത്മാവ് ഇടപെടുന്നവർ ആ നിലകളിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങട്ടെ. കഴിഞ്ഞ ദിവസം 2-3 പേര് വന്ന് വീണ്ടും ഈ ലിസ്റ്റ് മേടിച്ചുകൊണ്ടുപോയി. സന്തോഷം തോന്നി. ആമേൻ. നിങ്ങൾ ഹല്ലേലൂയ ഈ ദൂത് ഏറ്റെടുക്കുമ്പോൾ കരമടിക്കുന്നതിനപ്പുറം കർത്താവ് എൻ്റെ ലൈഫിൽ ഒരു വിടുതൽ വേണം. വിടുതലില്ലാതെ കിടക്കുന്നവരെ ഞങ്ങൾക്ക് വിടുവിക്കണം. അതിനുവേണ്ടിയും കൂടെ ദൈവം നമ്മെ വിളിച്ചേ, അതിനുവേണ്ടിയും കൂടെ കർത്താവ് നമ്മെ തിരഞ്ഞെടുത്ത്, അതിനുവേണ്ടിയും കൂടെ കർത്താവ് ജീവനെ തന്നതെന്ന് തിരിച്ചറിയണം. ഹല്ലേലൂയ. ദൈവസഭ തിരിച്ചറിഞ്ഞ് മുമ്പിലേക്ക് പോകാവൂ. ഞാൻ ഹല്ലേലൂയ 1-2 കാര്യങ്ങൾ പെട്ടെന്ന് ഓർപ്പിച്ച് ആമേൻ സ്തോത്രം വളരെ വേഗത്തിൽ ഞാൻ പ്രാർത്ഥനയ്ക്ക് ഞാൻ ഒത്തിരി ആശിച്ചത് കുറച്ച് സമയം ആരാധിച്ച് ശക്തയോടെ പ്രാർത്ഥിക്കണം എന്നുള്ളതാണ്. അതിന് ദൈവം കൃപ തന്നാൽ സ്തോത്രം ഇന്ന് പകൽ സംഭവിക്കട്ടെ. നിങ്ങളുടെ ഉണർവിനനുസരിച്ചായിരിക്കും ഇത്. കാരണം കർത്താവിന് അറിയാം എനിക്ക് ശരീരത്തിന് ബലമില്ലെന്നുള്ളത് അറിയാം. സഹോദരന്മാരുടെ ബലഹീനത നിങ്ങൾക്കും പിടികിട്ടുന്നുണ്ടെന്ന ശബ്ദത്തിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന, കാരണം രാവിലെ തൊട്ടുള്ള പ്രാർത്ഥനകളും കാര്യങ്ങളൊക്കെ ആയിട്ട് അതൊരു അധ്വാനം തന്നെയാണ്. സ്തോത്രം. അപ്പോൾ നിങ്ങൾ പ്രാർത്ഥനയോടെ ഇരുന്നാൽ മാത്രമേ ഇന്ന് ആ
ദൈവത്തിൻ്റെ ആ ഒരു ഹല്ലേലൂയ സാന്നിധ്യം നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. കാരണം ഞങ്ങൾ പ്രാർത്ഥിച്ച് ചെയ്യല്ലേ, ദൈവം അത് ചെയ്യത്തില്ലേ? വിശ്വാസം ഉണ്ടെങ്കിൽ ഒന്ന് കർത്താവിനെ സ്തുതിച്ചേ. ആമേൻ. ഹല്ലേലൂയ. നമ്മൾ തിരിച്ചറിയേണ്ട 1-2 കാര്യങ്ങൾ പെട്ടെന്ന് പറഞ്ഞ് ഹല്ലേലൂയ ഇതിൻ്റെ അടുത്ത ഭാഗം പറഞ്ഞ് അവസാനിപ്പിക്കുക. 2 കൊരിന്ത്യർ ലേഖനം 2:11 വായിച്ചേ. 2 കൊരിന്ത്യർ ലേഖനം 2:11 പെട്ടെന്ന് വായിച്ചേ. സാത്താൻ നമ്മെ തോൽപ്പിക്കരുത്, അവന്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവരല്ലല്ലോ. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ആരാധിക്കുന്ന ദൈവസഭയോട് പൗലോസ് കൊടുക്കുന്ന ഉപദേശമാണ് സാത്താൻ നമ്മെ തോൽപ്പിക്കരുത്. അതിൻ്റെ വിഷയം ഞാൻ പറയാം, ഇന്നലെ ഒന്നും പറഞ്ഞില്ല. പക്ഷേ അതിനുമുമ്പ് എന്നെ നോക്കി, എന്നെ ശ്രദ്ധിച്ച് ആ വാക്യം ഈ കാതിൽ കേൾക്കുമ്പോൾ നീ ഞാൻ തിരിച്ചറിയേണ്ട വസ്തുത, എത്ര അഭിഷക്തനാണെങ്കിലും എത്ര ശക്തി ലഭിച്ചവനാണെങ്കിലും തിരിച്ചറിയേണ്ട വസ്തുത, സാത്താൻ നിന്നെ തോൽപ്പിക്കാൻ സാധ്യതയുണ്ട്. സാത്താൻ നിന്നെ തോൽപ്പിക്കരുത് എന്ന് പൗലോസിൽ കൂടെ പരിശുദ്ധാത്മാവ് എഴുതി വച്ചെങ്കിൽ, അത് ദൈവസഭയോടാണെങ്കിൽ അഭിഷേകമുള്ളവനെ പിശാച് തോൽപ്പിക്കാൻ സാധ്യതയുണ്ട്. അതിനുള്ള അവസരം നീ ഒരുക്കരുത്. സാത്താൻ നിന്നെ തോൽപ്പിക്കരുത്. എനിക്ക് നന്നായിട്ടറിയാം, തോറ്റിട്ട് വിശ്വാസികളായിട്ട് ജീവിക്കുന്നവരാരും ഒരുപാട് ഇവിടെയല്ല. ഇവിടെ പറയുമ്പോൾ ഉണർവ് വ്യാപരി അങ്ങനെ ആരെങ്കിലും ഇതിനകത്തുണ്ടെങ്കിൽ തോറ്റു കൊടുക്കരുത്. സാത്താൻ തോൽപ്പിക്കാൻ വേണ്ടിയല്ല നമ്മെ വിളിച്ചത്, യേശു ക്രിസ്തു മുഖാന്തരം ജയമെടുക്കാന്. പിശാച് തോൽപ്പിച്ചു, പക്ഷേ നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു മുഖാന്തരം ജയം തരുന്ന ദൈവത്തിന് സ്തോത്രം പറഞ്ഞെന്ന് പറയുമ്പോൾ നമ്മൾ സ്തോത്രം പറഞ്ഞാൽ അതല്ല ജയം. പിശാച് നിന്നെ തോൽപ്പിച്ച മേഖലകളെ നീ തിരിച്ചറിയണം. വ്യക്തതയോടെ പറയുന്നു സാത്താൻ. നമ്മൾ ഇതിനെ ഗൗരവത്തോടെ എടുക്കണം. ഞാൻ ഇത് ശാന്തമായിട്ട് പറയുന്നത്, തിരിച്ചറിയണം. ഓരോ വിശ്വാസിയും ഓരോ കൊച്ചുമക്കളും തിരിച്ചറിയണം, പിശാച് തോൽപ്പിക്കാൻ സാധ്യത ഉണ്ട്. തോൽപ്പിക്കാതിരിക്കാനാണ് ദൈവവചനം ആവർത്തിച്ച് തരുന്നത്. തോൽപ്പിക്കാതിരിക്കാനാണ് ആവർത്തിച്ച് പ്രാർത്ഥിക്കുന്നത്. പലരും മൊബൈലിൻ്റെ മുമ്പിൽ തോറ്റില്ലേ? ഏതൊക്കെയോ പാപത്തിൽ തോറ്റില്ലേ? ഏതൊക്കെയോ അഹങ്കാരത്തിൽ തോറ്റില്ലേ? ഏതൊക്കെയോ ചിന്താഗതിയിൽ തോറ്റില്ലേ? സ്തോത്രം. സത്യസന്ധമായി പറയാം, ദൈവദാസന്മാരെന്ന് പറയുന്ന എത്രയോ പേർ ജനത്തെ വഞ്ചിക്കുന്നു. എനിക്ക് പറയണമെന്നുണ്ട് പല കാര്യങ്ങൾ. സ്തോത്രം. എത്ര വിദഗ്ധമായിട്ടാ ഈ ആത്മീക പോരാട്ടത്തിൽ നിന്ന് ജനത്തെ മാറ്റി നടത്തുന്നേ, എത്ര വിദഗ്ധമായിട്ടാ ഒരു യുദ്ധത്തിൽ നിന്ന് അവരെ മാറ്റി നിർത്തുന്നത്. കഴിഞ്ഞ ദിവസം ഞാനൊരു മെസ്സേജ് ആയിട്ട് ഞെട്ടിപ്പോയി. സ്തോത്രം. പ്രാർത്ഥിക്കരുത്, വേറൊരാളെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കരുത്. ദൈവദാസന്മാർ പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല. പൗലോസ് അതൊട്ടും പ്രൊമോട്ട് ചെയ്തില്ല എന്നൊക്കെ പറഞ്ഞ് വാക്യം വായിച്ച് പറയുക. നമ്മൾ കണ്ണും തള്ളിയിരിക്കുക. ഇതിനകത്തുണ്ടായിരുന്ന ചിലരെല്ലാം ക്ലിപ്പ് കൊടുത്തുകൊണ്ടിരുന്നു ആ ദൈവദാസന്റെ ഇതാണ് മെസ്സേജ് എന്ന് പറഞ്ഞിട്ട്. സങ്കടം തോന്നും. ആ പൗലോസ് ദൈവസഭയ്ക്കകത്ത് കണ്ണുനീരോടെ പല പ്രാവശ്യം അപേക്ഷിച്ചു, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ, നിങ്ങൾ എനിക്ക് വേണ്ടി. പ്രാർത്ഥനയുടെ ശക്തിയെ മറക്കല്ലേ. ആ മനുഷ്യൻ കാരാഗ്രഹത്തിൽ കിടന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. വെളിവ് നഷ്ടപ്പെട്ടിട്ടാണ് വിളിച്ചു പറയുന്നേ. കാരാഗ്രഹത്തിൽ കിടന്ന് സഭയ്ക്ക് വേണ്ടി കരയുക. മനസ്സിലാവുന്നോ? അപ്പൊ പിശാച് കൊണ്ടുപോകുന്ന വഴിയുണ്ടോ? വചനം കേട്ട ഭയങ്കര സംഭവമായിട്ട് തോന്നും. ഒരുപാട് ആരാധകരുള്ളവരാ. അപ്പൊ ഒരുപാട് പേര് നടക്കുക. ഇയാൾ പറയുന്ന അല്ലാതെ കേൾക്കരുത്. മനസ്സിലാവുന്ന പോയ എവിടെയെന്ന് ആകർഷിച്ച് ആൾ ദൈവം പോലെ ശോഭിക്കുക. ഇവിടെ പ്രാർത്ഥിക്കാൻ പറഞ്ഞിരിക്കുന്നത്, കർത്താവ് ഉൾപ്പെടെ പ്രാർത്ഥിക്കാൻ പറഞ്ഞത്, കർത്താവ് ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചത്, അനന്തരം നടന്ന സംഭവങ്ങളൊക്കെ എഴുതി വച്ചത് നിങ്ങൾ പഠിക്കണം. സ്തോത്രം. കുറെ പേരെ കാലം വിഘടിപ്പിച്ച് ഒരുത്തന് ജീവിക്കണമെങ്കിൽ അവൻ പലതും ചെയ്യും. പക്ഷെ ബൈബിളായിട്ട് നിൽക്കും. നിന്റെ നിത്യതയാണ് നിനക്ക് വിലപ്പെട്ടത്. ദൈവസഭയുടെ നിലനിൽപ്പ് ഭയങ്കര. അതിനകത്ത് പ്രാർത്ഥന കത്തണം. സ്തോത്രം. ആമേൻ. ആ പൗലോസ് പ്രാർത്ഥിച്ചപ്പോഴല്ലേ എത്ര പേര് അഭിഷേകം പ്രാപിച്ചത്. ഇതൊക്കെ ഹാലൂയ കേൾക്കുമ്പോൾ വലിയ സങ്കടം വരും. ഒറ്റയടിക്ക് അട്ടിമറിക്കുക പിശാച് സഭയ്ക്കൊക്കെ തിരുന്നവര്. ഞാൻ ഹൃദയം തുറന്ന് നിങ്ങളോട് പറയുന്നു, സാത്താൻ നമ്മെ തോൽപ്പിക്കരുത്. സാത്താൻ നമ്മെ തോൽപ്പിക്കരുത്. ആവശ്യമില്ലാത്തത് കേൾക്കാൻ പോകരുത്. ആമേൻ. ഒരു സഭയുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് കിട്ടുന്ന ദൈവത്തിൻ്റെ ഉപദേശത്തെ മുറുകെ പിടിച്ചുകൊണ്ട് അതിനെ ശോധന ചെയ്തുകൊണ്ട് ശക്തിയോടെ നിലനിൽക്കാൻ പഠിക്കണം. സ്തോത്രം. പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാൻ വന്ന കർത്താവ് കൂടെ ഉണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യണം? ഞാനിത് എന്തിനെന്നറിയ ഒരു ഉദാഹരണം തന്നെ, ഇനി നിങ്ങൾ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാ. ഇനി പേര് പറയണമെന്നുണ്ട്, ഞാനത് വേണ്ടെന്ന് തീരുമാനിച്ചതുകൊണ്ടാണ് ഇപ്പം മിണ്ടാണ്ടിരുന്നത്. ഇതുപോലെ പല കാര്യങ്ങൾ എടുത്ത് സസൂക്ഷ്മം കേട്ട് കഴിഞ്ഞാൽ വായും തുറന്നിരിക്കും. ഞാൻ കഴിഞ്ഞ ദിവസം സംസാരിച്ചോ പറഞ്ഞു, ഭയങ്കര ശ്രദ്ധയോടെ ഇരുന്നു, മറ്റൊന്നും ഇതിരുന്നു. എന്നാ വചനോ, എന്നാ ഉപദേശോ, എന്നാ സംഭവം. അവന്റെ ലൈഫ് ശ്രദ്ധിച്ചിട്ടുണ്ടോ? നേരെ കൈപൊങ്ങത്തില്ല ദൈവത്തെ ആരാധിക്കാൻ. അവൻ ഇങ്ങനെ ഇരുന്ന് ജീവിക്കുക, കേട്ട് അടിപൊളി വചനം. എന്നാ എവിടെ ക്രിയ ചെയ്തേ, എവിടെ ഇത് തുളച്ചിരുന്നത്, എന്നാ ജീവിതത്തിൽ മാറ്റം വന്നേ, എവിടെയാണ് മാറ്റം വരുത്തിയത്? ഇല്ല. എവിടെയാണ് അവൻ പൊരുതുന്നത്? എവിടെയാണ് മറ്റൊരുത്തിന് വേണ്ടി ഇടിവിൽ നിൽക്കാൻ പറ്റുന്നത്? എവിടെയാണ് നശിച്ചു പോകുന്ന ആത്മാവിന് വേണ്ടി കരയാൻ പറ്റുന്നത്? ഇങ്ങനെയുള്ളവന്റെ അകത്തൊരു ആത്മഭാരം ഉണ്ടെന്ന് പറയാൻ പറ്റുമോ?
നശിച്ചു പോകുന്ന ആത്മാക്കൾക്ക് വേണ്ടി കരയാൻ പറ്റുമോ? ദൈവസഭയിൽ ഒരുത്തൻ ഉടഞ്ഞു പോയാൽ അപ്പൊ ഇവരെന്നെ എടുക്കും? അതിന്റെ ഒന്നും ആവശ്യമില്ല. ദൈവദാസനും തൊടണ്ട, ആരും തൊടണ്ട, അവ അനുഭവിച്ചോട്ടെ. സ്തോത്രം. അങ്ങനെയല്ല കർത്താവ് പഠിപ്പിച്ചേ. അങ്ങനെയല്ല, മടക്കി തരാൻ പറയണം. പിശാച് കവർന്നാൽ അനുവദിക്കരുത്. രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. സൗഖ്യവും വിടുതലും എല്ലാം നൽകുന്നത് സ്വർഗം. എല്ലാം നൽകുന്ന സ്വർഗം. മോശ കൈ നീട്ടിയാൽ മോശയുടെ കൈയുടെ മേൽ യഹോവയുടെ കരം വെളിപ്പെട്ടില്ലെങ്കിൽ ഒരു ചെങ്കടലും കീറച്ചില്ല, ഒരു ചെങ്കടലും കീറച്ചില്ല. പക്ഷെ വിശ്വസിക്കുന്നവന്റെ കരത്തിൽ എന്റെ ദൈവത്തിന്റെ കരം കൂടെ ചലിക്കും. വിശ്വസിക്കുന്നവന്റെ വാക്കിൽ എന്റെ ദൈവത്തിന്റെ വാക്ക് ചലിക്കും. വിശ്വസിക്കുന്നവനോടൊപ്പം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ചലിക്കും. സ്തോത്രം. അവിടെ വിടുതൽ നടന്നിരിക്കും. അതുകൊണ്ട് ഞാൻ പറയുന്നു, കെട്ടപ്പെട്ട സകലത്തിന്റെ കെട്ടുപൊട്ടാൻ ദൈവസഭ പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കുന്ന വീരന്മാർ എഴുന്നേൽക്കണം. ഉപവസിക്കുന്ന കരുത്തുള്ളവർ എഴുന്നേൽക്കണം. പിശാചിനെതിരെ പൊരുതുന്ന ഒരു വലിയ സമൂഹം ഈ 2024 ആദ്യ വിശുദ്ധ ദിവസത്തിൽ തീരുമാനത്തോടെ എഴുന്നേറ്റ് പുറത്തു വരട്ടെ. ആഴമായി നിങ്ങൾ ഈ ചിന്തകൾ ഗ്രഹിക്കണം. പിശാച് നമ്മെ തോൽപ്പിക്കരുത്. അവിടെ പറയുന്ന വിഷയം ഒന്ന് തൊട്ട് ഞാൻ പോവാം കേട്ടോ. അതിന്റെ 5 മുതൽ 10 വരെ കൂടെ ഒന്ന് വായിച്ചേ. 2 കൊരിന്ത്യർ 2:5 മുതൽ 10 വരെ കൂടെ. ഞാൻ പറയുന്ന വാക്യങ്ങൾ എടുത്തു വെക്കരുത്. അടുത്ത വാക്യം എടുത്ത് വിരളവിടെ വെച്ചേക്കാം, മറിച്ച് കളയരുത്. 2 കൊരിന്ത്യർ 2:5 മുതൽ 10 വരെ വായിച്ചേ. ഒരുവൻ എന്നെ ദുഃഖിപ്പിച്ചു എങ്കിൽ അവൻ എന്നെയല്ല, ഒരു വിധത്തിൽ ഞാൻ കണക്കിലേറെ പറയരുതല്ലോ. നിങ്ങളെ എല്ലാവരെയും ദുഃഖിപ്പിച്ചിരിക്കുന്നു. അവന് ഭൂരിപക്ഷത്താൽ ഉണ്ടായ ഈ ശിക്ഷ മതി. മതി ഞാനിത് വിശദീകരിക്കാം. നിങ്ങൾ വായിച്ചോളണേ. പൗലോസിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ആണത്. ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. ഹല്ലേലൂയ. പൗലോസിന് ദുഃഖം വന്നു. ആരിലും ദുഃഖം വന്നു? ആരൊക്കെയോ പൗലോസിനെ ദുഃഖിപ്പിച്ചു. ദൈവസഭയ്ക്ക് ദുഃഖം വന്നു. അതിനകത്ത് കിടപ്പുണ്ട്, വായിച്ചപ്പടി കിട്ടും. ദൈവസഭയ്ക്ക് ദുഃഖം വന്നു. അപ്പൊ പൗലോസ് അവിടെ പറയുകയാണ്, ഞാൻ കണക്കിലേറെ പറയാൻ പാടില്ല. വളരെ ശ്രദ്ധിച്ച് കേൾക്കണേ. പൗലോസ് കണക്കിലേറെ പറയാൻ പാടില്ല. കണക്കിലേറെ ഒരു ശുശ്രൂഷകൻ കണക്കിലേറെ പറയാൻ പാടില്ല. അതുകൊണ്ട് കഴിഞ്ഞ ദിവസമൊക്കെ വരാൻ ഞാൻ ഹൃദയം തുറന്ന് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുക. ആ നിലകളിലേക്ക് അതിലേ ചെയ്യത്തുള്ളൂ. അല്ലെങ്കിൽ എന്നെ പിശാച് തോൽപ്പിക്കും. മനസ്സിലാവുന്നു? എനിക്കൊരാൾ ഇടർച്ച വരുത്തി മുടിഞ്ഞോട്ട് പോട്ടെ എന്ന് പറഞ്ഞാൽ എൻ്റെ വിശ്വാസം ഞാൻ തോറ്റെന്ന് മനസ്സിലായി. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നത്, എനിക്ക് പ്രയാസം കയറി വരുമ്പോൾ ഞാൻ ചെന്ന് ശാന്തമായിട്ടിരുന്നിട്ട് കർത്താവ് എന്ത് ചെയ്യണം, അവൻ അനുഗ്രഹിക്കണം. എനിക്ക് ക്ഷമിക്കാൻ പറ്റണം. എന്നിട്ട് പൗലോസ് സഭയോട് പറയുക, നിങ്ങളോട് ക്ഷമിച്ചവരോട് ഞാനും ക്ഷമിച്ചിരിക്കും. നിങ്ങൾ വായിക്കണം. സ്തോത്രം. മനസ്സിലായില്ലേ? ഈ ദൈവത്തിന്റെ ക്ഷമയുമായി ബന്ധപ്പെട്ട വിഷയമാണ്. അതുകൊണ്ടാണ് കർത്താവ് പഠിപ്പിച്ചത്, നിങ്ങൾ മറ്റുള്ളവരോട് നിങ്ങളുടെ പിഴകൾ ക്ഷമിച്ചില്ലെങ്കിൽ സ്വർഗ്ഗസ്ഥനായ പിതാവ് നിങ്ങളുടെ പിഴകളെയും ക്ഷമിക്കത്തില്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാനൊരു മെസ്സേജ് എടുത്തു, ഇവരിലധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? എന്നിട്ട് എങ്ങനെയാണ് സ്നേഹിക്കുന്നതിന് തെളിവ് ഞാനിവിടെ പ്രസംഗിച്ചു. എങ്ങനെയാ? ദൈവത്തെ സ്നേഹിക്കുന്നവൻ ദൈവത്തിൽ നിന്ന് ജനിച്ചവനെ സ്നേഹിക്കും, സ്വന്തം സഹോദരനെ സ്നേഹിക്കും. ഇതൊക്കെ നിങ്ങളുടെ അകത്തുണ്ടോ? ഇല്ല. ഉണ്ടെങ്കിൽ നിങ്ങൾ സ്നേഹിക്കുമായിരുന്നു. ഉണ്ടെങ്കിൽ ആ നിലവിലെ സ്നേഹങ്ങൾ പുറപ്പെടുമായിരുന്നു. ഇവിടെ പൗലോസ് പറയുന്ന വ്യക്തമായ വിഷയം, സാത്താൻ നമ്മളെ തോൽപ്പിക്കരുത്. പിശാച് തോൽപ്പിക്കുന്ന മനസ്സിലാവും. ഇവിടെ വന്നിരുന്ന അന്യഭാഷയൊക്കെ പറഞ്ഞാലും ഫലിക്കാത്തതിന്റെ വിഷയം പറയുന്നത്. സ്തോത്ര. ഏതെങ്കിലും വ്യക്തികളോടൊക്കെ കയ്പും വിദ്വേഷവും പിണക്കവരിപ്പുണ്ടെങ്കിൽ ഈ സ്നേഹിക്കുക എന്ന് പറയുന്നത്, ക്ഷമിക്കുക എന്നൊക്കെ പറയുന്നത്, ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടപ്പോൾ ചിരിച്ചു കേട്ടോ പുള്ളിയോട്. അതല്ല, അകത്ത് കയ്പ് വെച്ചിട്ട് ചിരിക്കുന്നതല്ല. ഹൃദയത്തിന്റെ അകത്ത് കയ്പില്ലാതെ അവനെ അനുഗ്രഹിക്കാനുള്ള മനസ്സ് നമ്മൾ പ്രാപിച്ചിരിക്കണം. മനഃപൂർവ്വം ക്ഷമിക്കാനുള്ള മനസ്സ്. എത്ര വിദ്വേഷമുള്ളവരോട് ഞാൻ പറയുന്നു, അവനെ പോയി കെട്ടിപ്പിടിച്ച് ഷോ കാണിക്കുന്നതല്ല. ചിലരെയൊന്നും കെട്ടിപ്പിടിക്കാൻ പറ്റത്തില്ല. സ്തോത്രം. പക്ഷെ നിന്റെ ഹൃദയത്തിന്റെ അകത്ത് നിന്ന് നിനക്ക് പറയാൻ പറ്റണം, 100% ഞാൻ ക്ഷമിച്ചിരിക്കുന്നു ദൈവസന്നിധിയിൽ. അത് അവൻ അനുഗ്രഹമാണ്, അത് നിനക്ക് അനുഗ്രഹമാണ്. അതാ യഥാർത്ഥ ഒരു ദൈവ പൈതൽ. അല്ലെങ്കിൽ നീ ആത്മീകത്തിൽ വളർന്നവനല്ല, ശിശുവാണ്. അനുഗ്രഹം പ്രാപിക്കാൻ പ്രയാസമാണ്. പിശാച് നമ്മെ ഇതിനകത്ത് തോൽപ്പിക്കാൻ പറ്റുമോ? പറ്റത്തില്ല. പക്ഷെ നമ്മൾ തോറ്റു കൊടുക്കുകയല്ലേ. അതുകൊണ്ടല്ലേ പലരും എതിരായി വരുന്നേ. ഹൃദയം തുറന്ന് പറയാം, ഒരു മനുഷ്യനോടും കയ്പ് വെക്കാതെ സകലരെയും അനുഗ്രഹിക്കാൻ ഒരു ഹൃദയം ദൈവം തന്നിട്ടുണ്ടെന്ന് ഉറപ്പെനിക്കുണ്ട്. സ്തോത്രം. ഒരു ശുശ്രൂഷ എന്ന രീതിയിൽ സംസാരിക്കും, പ്രതികരിക്കും, എല്ലാം ചെയ്യും. പക്ഷെ എൻ്റെ പ്രാർത്ഥനാ മുറിയിൽ സ്തോത്രം, എന്നോട് ദൈവം ഇടപെട്ടതിന് പോലും ഞാൻ ഉപവസിച്ച ചരിത്രം എനിക്കുണ്ട്. ഞാൻ തുറന്ന മനസ്സോടെ പറയാം, ഹല്ലേലൂയ. അവർക്ക് കണക്കിലേറെ
ആമേൻ, പറയാൻ പാടില്ല അവരോട്. പൗലോസ്, നീ പറഞ്ഞ എന്നാ കുഴപ്പം, അത് കുഴപ്പം, അതുകൊണ്ട് ഞാൻ പറയത്തില്ല, എന്നെ തികട്ടി വരുന്നത് പോലും പറയത്തില്ല. പലർക്കും വേണ്ടിയും പ്രാർത്ഥിക്കുമ്പോഴും പലരുടെ ജീവിതാനുഭവം കാണുമ്പോൾ നല്ല പ്രയാസം വരും. പക്ഷേ ചിരിച്ചുകൊണ്ട് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കാനുള്ള നിയോഗം തരണേ എന്ന എൻ്റെ പ്രാർത്ഥന. മനസ്സിലാകുന്നു നിങ്ങൾക്ക്? ഇത് ഞാൻ ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ള വിഷയങ്ങളാണ്, വളരെ ഗൗരവത്തോടെ. അതുകൊണ്ട് പിശാച് തോൽപ്പിച്ച് അനുഭവത്തിൽ നിന്നിട്ട് ജയിക്കാൻ മുമ്പ് ഒന്ന് നിൽക്കരുത്. ആരോടെങ്കിലും അങ്ങനെ ഉണ്ടെങ്കിൽ പരസ്പരം സ്നേഹിക്കുന്നതല്ലാതെ ഏറ്റവും ശ്രമിക്കേണ്ട ഒറ്റ കാര്യം അത് മാത്രം. ആരെക്കുറിച്ചും ആമേൻ സ്തോത്രം ഒന്നും ചിന്തിക്കരുത്, ഒന്നും പറയരുത്. ശ്രദ്ധ കൊടുക്കാൻ പാടില്ലാത്തത് ശ്രദ്ധ കൊടുക്കാതെ ഇതൊന്ന് പരീക്ഷിക്കാൻ ശ്രമിക്കണം. വിൽപ്പാസ് ദേഷ്യപ്പെടുന്നത് സ്നേഹമില്ലാത്തതുകൊണ്ടെന്ന് പറയും. ദേഷ്യപ്പെടാതിരിക്കാൻ പറ്റുമോ? അപ്പന് മക്കളോട് ദേഷ്യപ്പെടാതിരിക്കാൻ പറ്റുമോ? നിങ്ങളുടെ വീട്ടിൽ കുഞ്ഞുങ്ങളോട് അതല്ലല്ലോ ഇത്. ആമേൻ, ഒരു പ്രശ്നം ഉണ്ടാക്കി സഭ, ആമേൻ, ശുശ്രൂഷ എന്നതിൽ വലിയ ദുഃഖം പൗലോസിന് വന്നു. പക്ഷെ അതെന്നാ ഹൃദയം, അതെന്നാ ജീവിതം, എത്ര സന്തോഷം അങ്ങനെ പറ്റിയാൽ. സ്തോത്രം. ആമേൻ. അവർ സഭയ്ക്ക് ഉപദേശം കൊടുക്കുക, നിങ്ങൾ അധികമൊന്നും ചെയ്യരുത്, നിങ്ങൾ അവരെ ആശ്വസിപ്പിക്കണം, നിങ്ങൾ അവരെ ആശ്വസിപ്പിക്കണം. നിങ്ങൾ അവർക്ക് ആശ്വാസം കൊടുക്കാൻ പറ്റിയാൽ ആശ്വാസം കൊടുക്കണം. ഒരു നോട്ടം കൊണ്ട് പോലും മുറിക്കാതിരിക്കാൻ ശ്രമിച്ചാൽ അത് അനുഗ്രഹമാണ്. ആർക്കെങ്കിലും തീരുമാനിക്കാൻ പറ്റുമോ? ഇതിനകത്ത് അങ്ങനെ ഉള്ളവരുണ്ട് കേട്ടോ. സ്തോത്രം. ആശ്വസിപ്പിക്കാൻ പറ്റണം. ആമേൻ. പരാതികൾ മറ്റുള്ള ഒന്നും എൻ്റെ കാതിൽ കേൾക്കരുത് ദയവ് ചെയ്ത്. നമ്മൾ കാലിൽ ആരെയും മുറിക്കരുത്, നമുക്ക് ആശ്വസിക്കാൻ പറ്റും. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞേ. ആ ഹല്ലേലൂയക്ക് അത്ര ഒരു ശക്തി ഇല്ലായിരുന്നെന്നാണ് എൻ്റെ വിശ്വാസം. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞു. ആശ്വസിപ്പിക്കാൻ ഒരു ഹൃദയം തരണേന്ന്, ക്ഷമിക്കാൻ ഒരു ഹൃദയം തരണേന്ന് പ്രാർത്ഥിക്കണം. അല്ലെങ്കിൽ പിശാച് ജയിക്കും, നീ തോക്കും. അതുകൊണ്ട് കോപിച്ച പാപം ചെയ്യരുത്. അതുമായിട്ട് ബന്ധപ്പെട്ട് ഒത്തിരി കാര്യങ്ങളുണ്ട്. വളരെ ശാന്തമായി ഹൃദയം തുറന്ന് പറയട്ടെ. ആമേൻ. ഹല്ലേലൂയ. നമുക്ക് പരിശ്രമിക്കണം. ഞാൻ പറയുന്നു, ഭയങ്കരത്തെ കയ്പ് വരും. എന്താ അതിൻ്റെ പ്രശ്നം? എന്താ നമുക്ക് വിട്ടുകൊടുക്കരുത് തോന്നുന്നു? അതിൻ്റെ പുറകിൽ ആരാ? നിന്നെ പരാജയപ്പെടുത്തി ജയിക്കാൻ ശ്രമിക്കുന്നു. സാത്താൻ ജയിച്ചു എന്ന് പറഞ്ഞാൽ അതൊരു വല്ലാത്ത കാര്യമല്ലയോ? അയ്യോ, നിന്റെ കുഞ്ഞമ്മയല്ല ജയിച്ചത്, അവിടെ സാത്താനാ ജയിച്ചത്. നീ വചനത്തിൽ വിരുദ്ധമായിട്ട് പോയപ്പോൾ ജയിച്ചത് പിശാച. നിന്നെ മോഷ്ടിച്ചും അറുത്തും മുടിക്കുന്ന പിശാച ജയിച്ചത്. അങ്ങനെ നീ ജയിക്കത്തില്ല പിശാച എന്ന് പറഞ്ഞ് ഇന്ന് ചെന്ന് തോളത്ത് കൈയിടണം. സഭയ്ക്കകത്തെ വെളിയിലുള്ള കൈയിടാൻ പോയി കഴിഞ്ഞാൽ വിവരം അറിയും. അത് പ്രാർത്ഥിച്ച് തന്മയത്വത്തോടെ അതിൻ്റെ അവസരത്തിൽ ചെയ്യണം. ദൈവസഭ സഹോദരങ്ങളെ, ആമേൻ, ഒറ്റ ശരീരം. ഇതിൻ്റെ അകത്ത് നിങ്ങൾ ശോധന ചെയ്ത് ഞാൻ പറയുന്നു, ഇനി എന്നെ കൊണ്ടത് പറയിക്കരുത്. ഹൃദയത്തിനകത്ത് കയ്പുണ്ടെങ്കിൽ, ആമേൻ, സ്തോത്രം. നല്ല മനോഭാവം ഞാൻ കണ്ടിട്ടുള്ള തമിഴന്മാരുടെ തമിഴ് ബസ് ഡ്രൈവർമാരെ കണ്ടിട്ടുണ്ടോ? തമിഴിലെ ബസ് ഡ്രൈവർമാരെ അയ്യ ഇങ്കവൻ ദുഃഖാര് അവൻ പറയും എൻ്റെ കുറുക്കി കയറി ഇരുന്നെന്ന് പറയുന്നത്. അവൻ അഡ്ജസ്റ്റ് ചെയ്ത് ഒരു സൈഡിൽ കയറി ഇരുന്നു. ഞാൻ കണ്ടിട്ടുള്ളതാ. ഞാൻ അത്ഭുതപ്പെടും, എന്താ നമുക്കിതില്ലാത്തതെന്ന്. സ്തോത്രം. നമ്മളാണെങ്കിൽ ഒരു ഗർഭിണി വന്ന് എഴുന്നേറ്റ് കൊടുക്കും മലയാളികള്. സ്തോത്രം. ഇച്ചിരി പ്രയാസം. ഇങ്ങനെ ഒരു നോട്ടം നോക്കിയിട്ട് തിരിഞ്ഞിരിക്കും. സ്തോത്രം. അങ്ങനെയല്ല, മനസ്സ് മാറണം. വിട്ടുകൊടുക്കുന്ന മനസ്സിലേക്കും സ്നേഹിക്കുന്ന മനസ്സിലേക്കും മറ്റുള്ളവരെ കരുതുന്ന മനസ്സിലേക്കും ദൈവസഭ വരണം. ഇതിൻ്റെ അകത്ത് കയ്പും വച്ചുകൊണ്ടിരുന്നാൽ ഞാൻ പറയണ പറഞ്ഞു, അത്രേ ഞാൻ പറയണുള്ളൂ. സ്തോത്രം. പരസ്പരം ആഴമായിട്ട് ദൈവസഭയ്ക്കകത്ത് ഒന്നാമത്, ആമേൻ, ഹല്ലേലൂയ. അതുകൊണ്ട് എൻ്റെ അടുത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങ് വിട്ടുകളെ. എന്തിന് ചുമ്മാ പിശാചിനെ ജയിപ്പിച്ചിട്ട് നിങ്ങൾ ഇരിക്കുന്നു? അതുകൊണ്ട് പറഞ്ഞതാ, എന്തിനല്ലേ പുള്ളി ജയിക്കണം? ഇവിടെ ഇരുന്നുള്ള ഒറ്റ സെക്കൻഡ് ഒന്ന് ശോധന ചെയ്തേ. ഈ കഴിഞ്ഞ ആഴ്ചയൊക്കെ എൻ്റെ ലൈഫിനകത്ത് അല്ലേ, നമുക്ക് ചിലരെ കാണുമ്പോൾ തന്നെ ഇങ്ങോട്ട് മുമ്പോട്ട് വരുമ്പോൾ തന്നെ നമ്മളെ മുഖം എന്ത് ചെയ്യും? ഒരുമാതിരിയാ. അത് വാസ്തവത്തിൽ ആരുടെ പണിയാ? അത് നമ്മൾ അറിയണം. കർത്താവേ, എൻ്റെ പ്രശ്നം അത്, എൻ്റെ ബലഹീനതയാ, ഞാൻ തോറ്റു പോവുകയില്ല, എനിക്ക് ജയിക്കണമെന്ന് പറയണം. അവിടെ പ്രാർത്ഥിക്കാൻ തുടങ്ങണം. എന്നിട്ട് ഹൃദയം തുറന്ന് പൗലോസിനെ പോലെ, കർത്താവേ, ഞാൻ ക്ഷമിച്ചിരിക്കുന്നു, അവരെ അനുഗ്രഹിക്കണം. സ്തോത്രം. എന്നിട്ട് മറ്റുള്ളവരോട് പറയണം, അങ്ങനെ ചെയ്യരുത്. ആമേൻ. നിങ്ങളെല്ലാവരും അത് ചെയ്യുമെന്ന് എൻ്റെ വിശ്വാസം. ഒരു മനുഷ്യരല്ലേ, ഒരു ചെറിയ സംഭവം ഇല്ലാതിരിക്കില്ലേ? എല്ലാവർക്കും തോന്നി ഇത് എന്നോടുള്ള ദൂതാന്ന്. എനിക്കിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? സ്തോത്രം. കർത്താവ് നിങ്ങളെ ആശ്വസിപ്പിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. പിശാച് നമ്മളെ തോൽപ്പിക്കാൻ സാധ്യതയുണ്ട്. തോറ്റു കൊടുക്കരുത്. അല്ലേ മക്കളെ? തോറ്റു കൊടുക്കരുത്. അച്ചു തോക്കാൻ പാടുണ്ടോടാ? പിശാച് തോൽപ്പിക്കരുത് നമ്മളെ. ആമേൻ. സ്തോത്രം. ആമേൻ. നമ്മൾ ജയിക്കണം. 1 പത്രോസിന്റെ ലേഖനം 5:8-9 നമുക്കറിയാം. നിങ്ങളുടെ പ്രതിയോഗ പിശാച് അലറുന്ന സിംഹം എന്ന വണ്ണം ആരെ വിഴുങ്ങേണ്ടു എന്ന് ചുറ്റി നടക്കുന്നു. അപ്പോൾ അവിടെ നമ്മൾ ഗ്രഹിക്കേണ്ടത്, ആ മെസ്സേജ് ഒന്നും ഞാൻ ബാക്കി പറയത്തില്ല, കാരണം സമയമില്ല. അവിടെ ഗ്രഹിക്കേണ്ടത് വിഴുങ്ങാൻ സാധ്യതയുണ്ട്.
സാധ്യതയുണ്ട്, വിഴുങ്ങാൻ സാധ്യത. അയ്യോ, ഒരു പേടി വരുന്നില്ലയോ? അയ്യോ, ഭയങ്കരത്തെ ഗൗരവത്തിൽ എഴുതി വെക്കേണ്ട സാധനം, വിഴുങ്ങാൻ സാധ്യതയുണ്ട്. പ്രസംഗിക്കുന്ന ബിലിൽ പാസിന് വിഴുങ്ങാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ പ്രാർത്ഥന ഞാൻ ചോദിക്കുക, വിഴുങ്ങാൻ സാധ്യതയുണ്ട്. എത്ര പേർ വിഴുങ്ങി, എത്ര പേർ തോറ്റു? ആമേൻ. ഇത് ആത്മീയത്തിൽ മനസ്സിലാക്കി തരാം. സിംഹത്തിന്റെ വാക്യത്ത് പോകണം. അല്ല, പിശാച് വിഴുങ്ങിയാലും കൈയടിക്കാൻ പറ്റും, പിശാച് വിഴുങ്ങിയാലും അന്യഭാഷ പറയാൻ പറ്റും. അന്യഭാഷ എന്ന് പറയാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല, ചിലതൊക്കെ പറ്റും. പിശാച് വിഴുങ്ങിയാലും പ്രസംഗിക്കാൻ പറ്റും. ആമേൻ. ഞാൻ എന്നെയും പറഞ്ഞല്ലോ, പിശാച് വിഴുങ്ങിയാലും. അപ്പൊ വിഴുങ്ങാതിരിക്കാൻ ശ്രദ്ധിക്കണം, വിഴുങ്ങാതിരിക്കാൻ ശ്രദ്ധിക്കണം. അടുത്തിരിക്കുന്നവരൊന്ന് തട്ടി വെച്ച് പറഞ്ഞ വിഴുങ്ങാതിരിക്കാൻ നോക്കണേന്ന്. സ്തോത്രം. പറഞ്ഞായിരുന്നോ? അതേ വ്യക്തിയോട് എന്നെ പറഞ്ഞു, നീ തോറ്റു കൊടുക്കരുതെന്ന് പറഞ്ഞു. തോറ്റു കൊടുക്കരുതെന്ന് പറഞ്ഞേ, തോറ്റു കൊടുക്കരുതെന്ന് പറഞ്ഞേ. അയ്യോ, നമ്മുടെ അമ്മച്ചിമാരൊക്കെ പറഞ്ഞപ്പ അതുപോലെ പറഞ്ഞു, പൊന്നപ്പി നിന്നെ തോപ്പിക്കാൻ അനുവദിക്കരുതേ, നീ പിശാചിനെ തോപ്പിക്കാൻ അനുവദിക്കരുതേ എന്ന് ഹൃദയത്തിന്റെ അകത്തെന്ന് പറഞ്ഞേ. ശ്രോതന, ആ കൈപ്പിന്നെ പിഴുത് കളഞ്ഞേച്ച് പിശാചിന്റെ മുഖത്ത് നോക്കി ചോദിക്കണം, എങ്ങനെ ഉണ്ടാ? ഇതാണ് നമ്മുടെ ചർച്ച്, ഇതാണ് എൻ്റെ കർത്താവ്, ഇതാണ് ദൈവവചനത്തിന്റെ പ്രസക്തി. ഈ വചനം ഞങ്ങളെ നടത്തണേ, നിനക്ക് ധൈര്യമുണ്ടോ എന്നെ തോപ്പിക്കാനെന്ന് ചോദിക്കുന്ന ഒരു ആത്മീക ബലത്തിലേക്ക് ദൈവത്തിന്റെ സഭ വരണം. നിനക്ക് ധൈര്യമുണ്ടോ എന്നെ തോപ്പിക്കാനെന്ന് ആമേൻ കരുത്തോടെ പറയുന്ന ഒരു ആത്മീക അനുഭവത്തിലേക്ക് ഇന്ന് പകൽ ദൈവസഭ വരണം. പിശാചിനെ ജയിക്കുന്ന ഒരു തലമുറ ഇതിന്റെ അകത്ത് എഴുന്നേറ്റ് നിൽക്കട്ടെ. പിശാചിനെ ജയിക്കുന്ന ഒരു സമൂഹമായി മാറട്ടെ. അവനെതിരെ പ്രതികരിക്കുന്ന ശക്തിയുള്ള കരുത്തുള്ള ഒരു സമൂഹമായി മോസ്റ്റ് ഹോലി കവനന്റ് മിനിസ്ട്രീസ് മാറട്ടെ. ഹല്ലേലൂയ. സ്തോത്രം. ശ്രദ്ധിക്കണേ, വലിയ ഗൗരവമുള്ള കാര്യങ്ങളല്ലേ, നമ്മളിത് ശ്രദ്ധിക്കത്തില്ല, നമുക്കിത് ബാധകമാണ്. ദൈവസഭയോട് പറഞ്ഞ കാര്യം. മൂന്നാമത്തെ വിഷയം എഫേസ്യ ലേഖനം 6:11. ആമേൻ. സ്തോത്രം. അവിടെ ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവിൻ. സാത്താനോട് എതിർത്ത് നിൽക്കാൻ കഴിയേണ്ടതിന് സർവായുധവർഗം. അപ്പൊ സാത്താനോട് എതിർക്കേണ്ടവരാണ് നമ്മൾ. നിങ്ങൾ എന്നെ വളരെ ശ്രദ്ധിക്കണേ. ആമേൻ. ഒരു ബൊമ്മ പോലെ വന്നിരുന്ന് ആരാധിക്കുകയല്ല, ഓരോരുത്തരും വിശ്വസിച്ചോളണം. ഇവിടെ വളരെ ഗൗരവത്തോടെ പൗലോസ് പഠിപ്പിക്കുന്ന വിഷയം. വാഴ്ചകളുണ്ട്, അധികാരങ്ങളുണ്ട്, ഈ അന്ധകാരത്തിന്റെ ലോകാധിപതിയുണ്ട്, സ്വർലോകത്തിലെ ദുഷ്ടാത്മ സേന ഉണ്ട്. അവരോട് പോരാട്ടം നമുക്ക് ഉണ്ട്. സ്തോത്രം. പ്രാർത്ഥിക്കരുതെന്നൊക്കെ പറയുന്ന അണ്ണന്മാരോട് കൈകൂപ്പി പറയണം, നീ ചെന്ന് നിന്റെ വീട്ടിൽ ഇരുന്ന് നിന്റെ ഭാര്യ മക്കളെ ഉപദേശിച്ച് അവിടെ ഇരുന്നോളം പറയണം. എന്നിട്ട് ആ കുടുംബം അതോടെ ചെന്ന് നരകത്തിൽ പോട്ടെ. നമ്മളെ വിളിച്ചത് പോരാടാനാ. സ്തോത്രം. എപ്പഫ്രാസൊക്കെ പ്രാർത്ഥനയിൽ പോരാടുക. ഞാൻ സത്യമായിട്ട് പറയാൻ കേട്ടോ, ചില എൻ്റെ പ്രയോഗങ്ങളൊക്കെ ചിലർ തെറ്റിദ്ധരിക്കും. അതുകൊണ്ട് എൻ്റെ മനസ്സിൽ വരുന്നതൊക്കെ ഭയങ്കര അരിശമാണ് എനിക്ക് വരുന്നത്. സത്യമാണ് ഞാൻ പറയുന്നത്. എന്ന് പറഞ്ഞാൽ മോശം അസഭ്യം പറയുമെന്നല്ല, സാധാരണ നിങ്ങൾ ശ്രദ്ധിച്ചേ. ആമേൻ. പ്രാർത്ഥനയിൽ പോരാടുന്നവരാകണം. ഇവിടെ പറഞ്ഞ സാത്താൻ നിങ്ങളെ തോൽപ്പിക്കരുതെന്ന് പറയുമ്പോൾ ഗൗരവമല്ലേ? സാത്താൻ വിഴുങ്ങും, അതിന് ഗൗരവമില്ലേ? ഇവിടെ എന്നതാ പറയുന്നത്? എതിർത്ത് നിൽക്കാൻ കഴിയണം. അതിന്റെ അർത്ഥം എന്നതാ? എതിർത്ത് നിൽക്കാൻ കഴിയാതാകത്തില്ലേ? എതിർത്ത് നിൽക്കാൻ കഴിയാതാകുന്ന വിശ്വാസികൾ ഉണ്ടാകുമെന്നല്ലേ? അപ്പൊ നമ്മുടെ ദൈവസഭ എന്ത് ചെയ്യണം? എതിർത്ത് നിൽക്കാൻ കഴിയണം. ഇത് പലരും എന്താ ഉദ്ദേശിക്കുന്നതെന്ന് അറിയത്തില്ല. അതിനെ ഇടയ്ക്കൊക്കെ ചില വാക്യങ്ങളൊന്ന് തൊട്ടുവിടുന്നേ. എവിടെയാ നിന്നെ തോൽപ്പിക്കുന്നത്? അതിനോട് നീ എതിർക്കണം. പൗലോസ് പറഞ്ഞില്ലേ, പാപത്തോട് പോരാടുന്ന നിങ്ങൾ പ്രാണത്യാഗത്തോളം എതിർത്ത് നിന്നിട്ടില്ല. സ്തോത്രം. എതിർക്കാൻ തുടങ്ങണം. എന്നിട്ട് അവനെ തോൽപ്പിച്ചിട്ട് പാടണം, ചിരിക്കണം, സന്തോഷിക്കണം. 21 ദിവസത്തെ ഉപവാസം കഴിയുമ്പോൾ ആമേൻ ഹൃദയ വിശുദ്ധി, ആന്തരിക വിശുദ്ധിയൊക്കെ അസാധാരണ നിലകളിൽ നമ്മുടെ ജീവിതത്തിൽ വരട്ടെ. കൈകൂപ്പിക്കൊണ്ട് പറയാം, ഒരു അന്യായ മാനസാന്തരം വന്നിട്ട് ഓടിച്ചൊന്ന് ഒരു കയ്യും കൊടുത്ത് കെട്ടിപ്പിടിച്ച് യൂത കൊടുക്കുമ്പോൾ ഒരു ചുംബനവും കൊടുത്തേച്ച് മാനസാന്തരപ്പെട്ടു എന്ന് പറഞ്ഞ് വീട്ടിൽ ചെല്ലരുത്. സ്തോത്രം. പതുക്കെ ആയാലും മതി. ഹൃദയത്തെ ഒന്ന് ശോധന ചെയ്യണം. എനിക്ക് കയ്പില്ലെന്ന് ഞാൻ ഉറപ്പിക്കണം. അതാ യഥാർത്ഥ മാനസാന്തരം. അല്ലാതെ അടുത്തൂടെ പോയപ്പോൾ ഹായ് പറഞ്ഞതല്ല. എന്നിട്ട് നമ്മളങ്ങ് ദൈവസേന ക്രെഡിറ്റ് പറയുക, എനിക്ക് പണക്കമൊന്നുമില്ല, എനിക്ക് ആരോട്, ഞാൻ ഇന്നലെയും മിണ്ടി, അതിനിപ്പോ എന്നാ കുഴപ്പം? അത് നീ ദൈവത്തെ കളിപ്പിക്കുകയല്ലേ. സ്തോത്രം. ആമേൻ. ഹൃദയത്തിൽ നിന്ന് അങ്ങനെയുള്ള വലിയ ബ്രഹ്മൻ ബ്രദറെ, കഴിഞ്ഞ ദിവസം നമ്മൾ പ്രാർത്ഥിച്ച ഒരാളിന് ഞാൻ ഞെട്ടിപ്പോയ വിടുതൽ ഒരിക്കലും സങ്കല്പിക്കാൻ പറ്റത്തില്ല. അപ്പൊ ഇങ്ങ് വരുമെന്ന് പറഞ്ഞു. ഇന്നലെ ബ്രഹ്മൻ വിളിച്ച് ഭയങ്കര വിഷമം, പുള്ളി വരുന്നില്ല, പാസ്റ്ററിനെ വിളിക്കരുത് കേട്ടോ, ഉള്ള കാര്യം പറയുക. എങ്ങനെ പറ്റുമെന്ന് വിളിക്കാതിരിക്കാൻ? അവനിട്ട് മുഖത്തിട്ടൊന്ന് പൊട്ടിച്ചാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ വചനം പ്രസംഗിച്ചിട്ട് പറ്റുമോ? ശ്രോത, അവന്റെ കാല് കഴുകാം, അവൻ രക്ഷിക്കപ്പെടട്ടെ, അവൻ യേശുവിനെ അറിയട്ടെ. അവനെ തള്ളുകയല്ല,
അവനെ പിടിക്കുന്ന പിശാചിനോട് വിടണമെന്ന്, ആ പിശാച് വിടുന്നത് വരെ ആവർത്തിച്ച് പറയാൻ, വചനം പറയാൻ, പ്രാർത്ഥിക്കാൻ, അവന് വേണ്ടി പൊരുകാൻ, അവന് വേണ്ടുന്നതെല്ലാം നൽകാൻ, അവനെ സ്നേഹിപ്പാൻ, അവന് വേണ്ടി ഇടിവിൽ നിൽക്കാൻ. അതിന് ദൈവം നമ്മെ വിളിച്ചത്. എല്ലാ അസഹിഷ്ണുതകളും മാറിപ്പോണം. ആമേൻ. എല്ലാ ആകാത്ത ചിന്തകളും ഹൃദയത്തിന്റെ അകത്തു നിന്ന് നീങ്ങണം. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. നാളെ ഒരു പക്ഷേ വീഴുമ്പോൾ അവനായിരിക്കും തോളത്തെടുക്കുന്നത്, പറയാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. സന്തോഷമുണ്ടോ നിങ്ങൾക്ക്? ഒന്ന് കരമുയർത്തി ഒന്നുകൂടെ കർത്താവിനെ സ്തുതിച്ചേ. അപ്പോൾ ഹല്ലേലൂയ. പിശാചിനോട് എതിർക്കാൻ നമുക്ക് പറ്റണം, എതിർക്കാൻ കഴിയണം, എതിർക്കാൻ കഴിയണം. അതിനാണ് സർവായുധവർഗം. അതിനെക്കുറിച്ച് ഇന്ന് പ്രസംഗിച്ചാൽ പറ്റുമോ? ഇല്ല. പക്ഷെ നമ്മൾ തിരിച്ചറിയണം, എതിർക്കണം. ചുമ്മാതിരിക്കാനല്ല, എതിർക്കണം. അതിനാണ് ദൈവദാസന്മാർ ഇപ്പോൾ ചെയ്യുന്നത്. ആമേൻ. നിങ്ങൾക്ക് കഴിയാത്തോ, ചിലപ്പോൾ ഒറ്റയ്ക്ക് പറ്റത്തില്ല. സ്തോത്രം. ദൈവദാസൻ ഉപവാസത്തിന്റെ പ്രസക്തി മനസ്സിലാവും. ഉപവാസത്താലും പ്രാർത്ഥനയാലും അല്ലാതെ നീങ്ങത്തില്ല, ചെറുക്കണം. അതിനു വേണ്ടിയിട്ട് ദൈവദാസന്മാർ ഇരിക്കുന്നത്. ഇവരൊക്കെ പ്രാർത്ഥിക്കും. ഒറ്റ വിഷയം അവരുടെ വീട്ടിലാരും പ്രാർത്ഥിച്ച് ഞാൻ കേട്ടില്ല. സ്തോത്രം. ദൈവസഭ കുടുംബങ്ങൾക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. പോരാടും എവിടെ കിടന്നു ശരീരമയ്യെങ്കിലും ഒത്തിരി പേര് വന്ന് കാണണം. അപ്പോൾ നിങ്ങൾ പോയി കിടന്ന് ഉറങ്ങുന്നെങ്കിൽ ഉറങ്ങിക്കോ, നിങ്ങൾ ഉറങ്ങാൻ വേണ്ടി തന്നെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത്. പക്ഷെ ദൈവസഭയോട് പറയുക, നീ എതിർക്കേണ്ട ഇടത്ത് നീ എതിർക്കാതിരിക്കരുത്. ആമേൻ. പിശാച് ദേശത്തിലെ അന്ധകാര ശക്തിയോട് എതിർക്കുക, കുറെ എണ്ണം പരിഹസിക്കുക. സ്തോത്രം. എന്തുകൊണ്ട് അത്ര പരിഹാസം വരുന്നേ? ആമേൻ. നിങ്ങൾ തിരിച്ചറിയണം, പിശാചിന്റെ അജണ്ട തന്നെ അവന് വാഴുക എന്നുള്ളതാ. പക്ഷെ ബൈബിൾ വ്യക്തതയോടെ പറയുന്നത് ദൈവസഭയെ വിളിച്ചത് പോരാടാന്. പിശാചിന് ഇവിടെ ഉള്ള കുടുംബങ്ങൾ വിഷയമെന്ന് പറയുമ്പോൾ പ്രാർത്ഥിച്ച് തലേക്ക് വെച്ച് പ്രാർത്ഥിച്ച് വിടുക അല്ല ചെയ്യുന്നേ. അവിടെ ദൈവം തരുന്ന വെളിപ്പാടിനനുസരിച്ച് പ്രാർത്ഥിക്കുക. ആമേൻ. സ്തോത്രം. ഈ വർഷത്തിൽ കുറഞ്ഞത് 5 ചിക്കൻ ബിരിയാണി കഴിച്ചവർ ഇതിനകത്തുണ്ടാവും 7 ദിവസത്തിൻ്റെ അകത്ത്. എനിക്കറിയത്തില്ല, എൻ്റെ ഒരു കണക്കാണ്, എൻ്റെ ഒരു സ്വഭാവം വെച്ചിട്ട് ഞാൻ പറയുന്നത്. സ്തോത്രം. അപ്പൊ ഈ 21 ദിവസമായാലേ കഴിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിരിക്കുന്നവരുണ്ടെന്ന് മറന്നു പോകരുത്. ഈ ആണ്ട് കഴിക്കണമെങ്കിൽ 21-ാം തീയതി ആകണം. നീറൊക്കെ നന്നായിട്ട് കഴിച്ചില്ലേ? പ്രാർത്ഥിക്കാതെ ചെന്ന് കിടന്ന് ഉറങ്ങരുത്. ഗൗരവത്തോടെ ചേർന്ന് പ്രാർത്ഥിക്കണം. അപ്പ ഞാൻ എന്നെ ചേർത്ത് വയ്ക്കുക എന്ന് പറയണം. ഒറ്റ കാര്യമുള്ളൂ, പിശാച് ജയിക്കരുത്. ഒറ്റ കാര്യമുള്ളൂ, ശത്രു തകരണം. രക്ഷിക്കപ്പെടാത്ത സകല എണ്ണവും വിടുവിക്കപ്പെട്ട് ഇതിനകത്ത് പറഞ്ഞു. അതുകൊണ്ട് ഈ ലിസ്റ്റ് കയ്യിലുള്ളവരിരുന്ന് അറിയാമെങ്കിൽ കുറിക്കണം. ഈ പ്രാർത്ഥിക്കുന്ന കുടുംബത്തിൽ എത്ര എണ്ണം ഉണ്ടെന്ന് ഞെട്ടിപ്പോവും. ഈ പ്രാർത്ഥിക്കുന്ന കുടുംബത്തിലുള്ളവൻ രക്ഷിക്കപ്പെട്ട് ഇതിനകത്ത് വന്നാൽ എത്ര എണ്ണം ഉണ്ടെന്ന്. സ്തോത്രം. ശ്രദ്ധിക്കാത്തവർ ശ്രദ്ധിക്കണം, ഇരുന്ന് കണക്കെടുക്കണം. സ്തോത്രം. കർത്താവ് അനുഗ്രഹിക്കും. ഇടയ്ക്കൊരു കാര്യം പറയാമേ. ഒരു ബർത്ത്ഡേ സ്തോത്രം. അവന്തിക വിട്ടുപോയി, കുഞ്ഞ് പഠിക്കാൻ പോയി. അവളെ ഓർത്ത് പ്രാർത്ഥിക്കണം. ഞാനിപ്പോഴാണ് കണ്ടത്. ഈ ആവേശത്തിനിടയ്ക്ക് ഇതൊക്കെ കണ്ണ് മങ്ങിപ്പോകും. അവർക്ക് എത്ര വയസ്സായാലും എത്ര വർഷമാണെങ്കിലും കർത്താവ് അവളെ മാനിക്കട്ടെ. നിരന്തരം അവൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. കർത്താവ് അനുഗ്രഹിക്കട്ടെ, കുടുംബത്തെ അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. അവളില്ലാത്തതുകൊണ്ട് കൈയടിക്കേണ്ട. സ്തോത്രം. അടുത്ത വാക്യത്തിലോട്ട് പോകാൻ സമയമില്ല. സ്തോത്രം. കുഞ്ഞിനെ മാനിക്കട്ടെ. എൻ്റെ അന്വേഷണവും എല്ലാ ആശംസയും അവരെ അറിയിക്കണം. സ്തോത്രം. കർത്താവ് മാനിക്കട്ടെ. സ്തോത്രം. ഇവിടെ കാലിൽ നമ്മൾ വായിച്ചു നിർത്തിയത് എന്താ? പിശാചിനോട് എതിർക്കണം. ആ 3 കാര്യങ്ങൾ ഒന്നുകൂടെ പറയാം. 1, സാത്താൻ തോൽപ്പിക്കരുത്, തോൽപ്പിക്കാൻ സാധ്യതയുണ്ട്. 2, പിശാച് വിഴുങ്ങരുത്, വിഴുങ്ങാൻ സാധ്യതയുണ്ട്. 3, പിശാചിനോട് എതിർത്ത് നിൽപ്പാൻ കഴിയണം, കഴിയാതെയാക്കുന്ന അനുഭവമുണ്ട്. അത് ഞാൻ പറയാം, രോഗമല്ല, ക്യാൻസർ അല്ല, പട്ടിണിയല്ല, ദാരിദ്ര്യമല്ല നിന്നെ എതിർക്കാൻ കഴിയാതെ ആക്കുന്നത് ഈ പറഞ്ഞ ചില രോഗങ്ങളാണ്. സ്തോത്രം. ശരിയല്ലേ? ഈ പറഞ്ഞ ഞാനിപ്പോൾ മുമ്പ് പറഞ്ഞില്ലേ, അതുപോലത്തെ കുറേ സംഭവങ്ങളാണ് നമ്മളെ തോൽപ്പിക്കുന്നത്. അത് തോൽപ്പിച്ചേച്ച് നമ്മളങ്ങ് തകർക്കും. അവൻ അവിടെ ഇരുന്ന് ചിരിക്കും. സ്തോത്രം. ഞാൻ പറയട്ടെ, ജയത്തിന്റെ കൊടി പിടിച്ച് ഇന്ന് പാടാൻ പറ്റും. ഹൃദയത്തിന്റെ അകത്ത് ഈ പറഞ്ഞൊരു മാനസാന്തരം വന്നാൽ പിശാച് ചമ്മിപ്പോകും. സ്തോത്രം. അല്ലാതെ നീ അന്യഭാഷ പറഞ്ഞ അവന് പേടിയൊന്നുമില്ല. സ്തോത്രം. ഞങ്ങളൊക്കെ പ്രാർത്ഥിക്കും, എത്ര എടുത്ത് പ്രാർത്ഥിക്കും ചോദിച്ചിട്ട്, ആ അന്യഭാഷ പറയുന്നു എന്നാ നീ പറ എന്നൊക്കെ പറഞ്ഞ് എതിർക്കുന്ന കണ്ടിട്ട് അവനിതൊന്നും വലിയ പ്രശ്നമൊന്നുമില്ല. പിന്നെ വിട്ടുപോകും, അത് വേറെ കാര്യം. സ്തോത്രം. പക്ഷേ ഹല്ലേലൂയ, നേരാവണ്ണം നടക്കുന്നവനെ ദൈവത്തിന് ഇഷ്ടമാണ്, പിശാചിന് ഭയമാണ്. സ്തോത്രം. ഹല്ലേലൂയ. അല്ലേ? അതല്ലേ ഉപവാസം എന്ന് പറയുന്നേ. അമ്മേ, അല്ലാതെ ദൈവം വെറുക്കുന്ന ഉപവാസം കൊണ്ട് നടക്കണ്ട. സ്തോത്രം. ശക്തമായ ഉപവാസം, കരുത്തായ ഉപവാസം, അത് ഹല്ലേലൂയ ദൈവസഭയിൽ നടക്കും. പിശാച് പരാജയപ്പെടും. സ്തോത്രം. യാക്കോബിന്റെ ലേഖനം 4:7 പെട്ടെന്ന് വായിച്ചു. യാക്കോബിന്റെ ലേഖനം 4:7. ആകയാൽ നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങുവിൻ, പിശാചിനോട് എതിർത്ത് നിൽപ്പിൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. കണ്ടോ? ദൈവസഭയോട് പറയുന്നത് ദൈവത്തിന് കീഴടങ്ങിക്കൊള്ളണം, പിശാചിനോട്. എങ്ങനെയാ ദൈവത്തിന് കീഴടങ്ങുന്നത്? സ്തോത്രം.
അങ്ങോട്ട് പോകുന്നു, ഒരു കുരിശടിയിൽ യേശുവിൻ്റെ രൂപം നിൽക്കുന്നു. കീഴടങ്ങുന്നപ്പ എന്ന് പറഞ്ഞ് 2 മുട്ടും കൂത്തി തലയും കൊണ്ടിടിച്ച് അവിടെ കിടക്കുന്നു. അതാണോ ദൈവത്തിന് കീഴടങ്ങുന്നത്? അത് മനസ്സിലാക്കാൻ വേണ്ടി പറയുന്ന പലരുടെയും ധാരണ അതാ. താഴ്ത്തുന്നപ്പ കീഴടങ്ങുന്നപ്പ. എവിടെ കീഴടങ്ങുന്നു? സ്തോത്രം. ഈ വചനത്തിൻ്റെ മുഖം തിരിക്കുമ്പോൾ നീ മത്സരിക്കുക. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു സഹോദരനോട് പറഞ്ഞു, അവർക്കറിയത്തില്ല ദൈവത്തോട് മത്സരിക്കുന്ന എങ്ങനെ ആർക്കെങ്കിലും അറിയോ? സ്തോത്രം. ദൈവ ഉപദേശം കേട്ടിട്ട് നീ അനുസരിക്കായിരിക്കും, അത് മത്സരം, അത് ആഭിചാരം പോലെയാ. സ്തോത്രം. നമ്മൾ ദൈവത്തിന് കീഴടങ്ങേണ്ടത് എങ്ങനെയാ? കൈയടിച്ചിട്ടാണോ? അയ്യോ, വേഷങ്ങൾ കൊണ്ടും പ്രകസനങ്ങൾ കൊണ്ടുമുള്ള ആത്മീയതയ്ക്കപ്പുറം അകത്തേക്ക് ഒരു ആത്മീയത വരട്ടെ. സ്തോത്രം. ദൈവ വചനത്തെ മുറുകെ പിടിച്ചുള്ള ജീവിതം. ആമേൻ. നിന്റെ വചനം എൻ്റെ കാലിന് ദീപം, എൻ്റെ പാതയ്ക്ക് പ്രകാശം. അത് വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ ആമേൻ ഞാൻ മാറച്ചില്ല. അതാ കീഴടങ്ങുന്നതിന്റെ ലക്ഷണം. ആരെങ്കിലുമൊക്കെ സമർപ്പിക്കപ്പെട്ടെങ്കിൽ, ആമേൻ, സ്നാനപ്പെട്ടെങ്കിൽ, അഭിഷേകം കിട്ടിയെങ്കിൽ, വിശുദ്ധിക്കായി പൊരുന്നെങ്കിൽ കീഴടങ്ങുന്നതാ. ഈ വചനങ്ങൾ നെഞ്ചോട് ചേർത്ത് വയ്ക്കുന്ന അത് നീ മനുഷ്യന് കീഴ്പ്പെടുകയല്ല, ബിനിൽ പാസ്റ്റിനെ അനുസരിക്കുകയോ പ്രീതിപ്പെടുത്തുകയല്ല. നീ സർവശക്തനായ ദൈവത്തിൻ്റെ ഭാഗം വിട്ടുകൊടുക്കുക. അത് കർത്താവിന് ഒത്തിരി ഇഷ്ടമാ, പിശാചിന് ഒത്തിരി ഭയം. ഒന്നുകൂടെ പറയാം, അത് കർത്താവിന് ഒത്തിരി ഇഷ്ടമാ, പിശാചിന് ഒത്തിരി ഭയമാ. സ്തോത്രം. തിരിച്ചറിയണം. അതുകൊണ്ട് ഹല്ലേലൂയ, ആമേൻ, നീ ഭയക്കാതെ ജീവിക്കണം. ദൈവത്തിന് കീഴടങ്ങിയിട്ട് പിശാചിനോട് എതിർത്ത് നിൽക്കണം. എങ്കിൽ അവൻ നടന്നു പോകുമെന്നല്ല, കുറച്ചുകൂടെ നിൽക്കുമെന്നല്ല, കർത്താവ് ഉറപ്പിച്ച് പറയാം, അവൻ ഓടിപ്പോകും. ഞാൻ ചലഞ്ച് ചെയ്യുന്ന ഉപവാസത്തിൽ നീ കീഴടങ്ങി നോക്ക്, അവൻ ഓടുന്നത് നീ കണ്ടിരിക്കും. സ്തോത്രം. ഞാൻ ഹല്ലേലൂയ ദൈവസഭയോട് പറയുന്നു, ദൈവസഭ ദൈവത്തിന് കീഴടങ്ങാൻ തീരുമാനിക്കുക. ദൈവത്തിന്റെ മുമ്പാകെ കീഴടങ്ങാൻ തീരുമാനിക്കുക. കേവലമായി മുട്ടുകുത്തുന്നതല്ല, കമന്ന് വീഴുന്നതല്ല, മനസ്സുകൊണ്ട് ഹൃദയം കൊണ്ട് വചനമനുസരിച്ച് കീഴ്പ്പെടാൻ താഴ്ത്താൻ തീരുമാനിക്കുക. പിശാച് ഓടി മറയും. ഈ പരിസരത്ത് നിൽക്കത്തില്ല. ദൈവത്തിന്റെ കൃപയ്ക്കായി ഇന്ന് പകൽ സ്തോത്രം. സന്തോഷമുണ്ടോ? എന്നിട്ട് എവിടെ പോയി നിൽക്കുമെന്ന് എനിക്കറിയത്തില്ല. ഏകദേശമൊക്കെ ഇതൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. അടുത്ത ആഴ്ച പ്രാർത്ഥിക്കുന്നവരൊക്കെ ഇതിന്റെ ഗൗരവം മനസ്സിലാക്കാനാ. പ്രാർത്ഥിച്ചവരും ഇതിന്റെ ഗൗരവം മനസ്സിലാക്കുക. ഈ ഒരു യുദ്ധ തലത്തിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞ പിശാച് പിടിച്ചതൊന്നും അവന്റെ കയ്യിൽ ഇരിക്കത്തില്ല. അവന്റെ കയ്യിൽ കൊടുക്കരുത്. സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. മാർക്കോസിന്റെ സുവിശേഷം 3:27 പെട്ടെന്ന് വായിച്ചേ. കേൾക്കാൻ സന്തോഷമുണ്ടോ? എങ്കിൽ മാത്രം 1-2 വാക്യങ്ങൾ കൂടെ. മാർക്കോസിന്റെ സുവിശേഷം 3:27. ബലവാനെ പിടിച്ചു കെട്ടിയിട്ടല്ലാതെ അവന്റെ വീട്ടിൽ കടന്ന് അവന്റെ കോപ്പ് കവർന്ന് കളവാൻ ആർക്കും കഴിയുകയില്ല. കണ്ടോ. ഹല്ലേലൂയ. ബിലിൽ പാസ്റ്ററിന്റെ അകത്ത് ദൈവം ഇട്ട വാക്യങ്ങൾ പണ്ടൊക്കെ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. ബലവാനെ പിടിച്ചു കെട്ടിയിട്ടല്ലാതെ, ആമേൻ, ഉപവാസത്തിൽ പ്രാർത്ഥനയിൽ ഉപവാസത്താലും അല്ലാതെ. അതുകൊണ്ടാണ് ഇവൻ ഹല്ലേലൂയ നമ്മെ തോൽപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ചില വിഷയങ്ങളിൽ ഇതല്ലാതെ നടക്കത്തില്ല. പ്രാർത്ഥനയിൽ ഉപവാസത്തിൽ അല്ലാതെ നടക്കത്തില്ല. ചില വീട്ടിൽ വിടുതൽ നടക്കത്തില്ല. ബലവാനെ കെട്ടിയല്ലാതെ നിന്റെ വീട്ടിൽ നിന്ന് ഒരു കുഞ്ഞ് രക്ഷിക്കപ്പെടത്തില്ല. തിരിച്ചറിഞ്ഞോളണം. ബലവാനെ കെട്ടിയല്ലാതെ ആ ഹല്ലേലൂയ കടബാധ്യത ചില വീട്ടിൽ മാറത്തില്ല. നിന്റെ കുടുംബത്തിന് എല്ലാവർക്കും ജോലി കിട്ടിയാലും ഹല്ലേലൂയ എല്ലാം നശിച്ചുകൊണ്ട് പോകുന്നവരെ ഇരിക്കത്തില്ലേ? ആമേൻ. ബലവാൻ നിൽക്കുന്നെങ്കിൽ ആ ബലവാനെ കെട്ടണം. അതാ ആമേൻ ദൈവസഭയ്ക്ക് വേണ്ടി, നിങ്ങൾക്ക് വേണ്ടി ദൈവദാസന്മാർ ചെയ്യുന്നത്. അതിനെ ഹല്ലേലൂയ കൊണ്ടുവന്ന് വേർതിരിച്ച് നിരത്തി ഇരുത്തി പ്രാർത്ഥിച്ച്, മുമ്പ് വിളിച്ച് കൈവച്ച് പ്രാർത്ഥിച്ച് ആ ബലവാനോട് കൈയെടുക്കാനാ പറയുന്നേ. അവൻ കെട്ടിയതിനെ അഴിയണം. അതിനാ ഈ വചന സന്ദേശം തരുന്നേ. ബലവാനെ കെട്ടിയിട്ടല്ലാതെ അവന്റെ അറയിൽ കടന്ന് കോപ്പ് കവരാൻ പറ്റത്തില്ല. ബലവാൻ ബലത്തോടെ തന്റെ അരമന കാക്കുന്നിടത്തോളം അവന്റെ വസ്തുവക ഉറപ്പോടെ ഇരിക്കും. തന്നിലും ബലവാനായവൻ വന്ന് അവന്റെ ഹല്ലേലൂയ അറ പൊളിക്കണം. പ്രാർത്ഥനയാൽ ഉപവാസത്താലും ആമേൻ തകർക്കണം. ആത്മാവിൽ പൊരുതണം, പ്രാർത്ഥിക്കണം. അതുകൊണ്ട് എന്തോ പറയല, കൈകൂപ്പിക്കൊണ്ട് പറയട്ടെ, ദൈവസഭയോട് ചേർന്ന് നിന്ന് പ്രാർത്ഥിക്കുക. ചിലർക്ക് അറിയത്തില്ല ഏതാ ബലവാൻ, ആരാ, ഏത് ശക്തിയാ അറിയത്തില്ല. നീ അറിയണ്ട. അതിനാ ദൈവസഭ. അത് അറിയുമ്പോഴാ ദൈവം പറയുന്നത്, പ്രാർത്ഥിക്കടാ, കൽപ്പിക്കടാ, ഉപവസിക്കടാ. ദൈവസഭ ചെയ്യുമ്പോൾ നിങ്ങളോട് ആരോടും ഞാൻ പറഞ്ഞില്ലല്ലോ ആഹാരം വെടിഞ്ഞു വരാൻ. ഈ 20 കുടുംബം ആഹാരം വെടിഞ്ഞു വരണമെന്ന് ഞാൻ പറഞ്ഞോ? ഇല്ല. സമർപ്പിക്കാൻ പറഞ്ഞു. ഒറ്റ കാര്യം ചെയ്യ്, വിശ്വസിക്ക്. ദൈവദാസന്മാർ ഉപവസിക്കുന്നു. പ്രാർത്ഥനയിൽ ഉപവാസത്താൽ മാറാത്ത ജാതിയില്ല, അഴിയാത്ത കെട്ടില്ല. അങ്ങനെയെങ്കിൽ എന്റെ വിടുതൽ നടക്കുമെന്ന് വിശ്വസിച്ചു വാ, സമർപ്പണത്തോടെ വാ. കുറെ കാലം അശുദ്ധി ചുമന്ന് വരാതെ ആവുന്നത്ര ക്രമീകരിച്ചു വാ. പിശാചോടും. ഈ പകൽക്കാലം അങ്ങനെയെങ്കിൽ ഞാൻ പറയട്ടെ, ബലവാനെ പിടിച്ചു കെട്ടുന്ന ഉപവാസമാണ് നടക്കുന്നേ. നിന്റെ വീട്ടിൽ എത്ര ബലവാനുണ്ടെങ്കിലും, നിന്നെ ഹല്ലേലൂയ ഏത് ബലത്തോടെ തകർക്കുന്ന അന്ധകാര ശക്തി ഉണ്ടെങ്കിലും അതിനെ മുറിക്കാൻ ഈ ഉപവാസത്തിന് കഴിയും. നിങ്ങൾ ഹല്ലേലൂയ ചേർന്ന് നിന്നാൽ അത് സംഭവിച്ചേ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. അത് ഹല്ലേലൂയ നിങ്ങൾ ശ്രദ്ധിക്കണം.
മോഷ്ടിക്കാൻ പറ്റത്തില്ല. ഈ ബലവാനെ നമ്മൾ തകർക്കണം. ഹല്ലേലൂയ. അവിടെ തന്നെയാണ് ഉപവാസത്തിന്റെ ആമേൻ ഹല്ലേലൂയ പ്രസക്തി. മത്തായി 16:19 നമുക്കറിയാം. ആമേൻ സ്തോത്രം. സ്വർഗ്ഗരാജ്യത്തിന്റെ താക്കോൽ ഞാൻ നിനക്ക് തരുന്നു. നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നത് സ്വർഗ്ഗത്തിൽ കെട്ടപ്പെടും, ഭൂമിയിൽ അഴിക്കുന്നത് സ്വർഗ്ഗത്തിൽ അഴിയും. ശാന്തമായിട്ട് ആമേൻ ആമേൻ നിങ്ങൾ എന്നെ ഒന്ന് ശ്രദ്ധിച്ചേ, ശാന്തമായിട്ട് എന്നെ ഒന്ന് ശ്രദ്ധിച്ചേ. ഇത് നടക്കത്തില്ലെങ്കിൽ യേശു പറയൂ. ഞാൻ എന്തിനാണെന്നറിയോ ഇങ്ങനെ പറയുന്നേ? ചിലയിടത്തൊക്കെ തുള്ളിച്ചാടി പ്രസംഗിക്കുന്ന വിഷയമായത്. എന്തിനാ ഇങ്ങനെ പറയും? ഇത് അകത്ത് വേണം. മക്കളെ, നിങ്ങളൊന്ന് ചിന്തിച്ചേ. എൻ്റെ യേശു ഇത് ചുമ്മാ പറ്റിക്കാൻ പറയൂ? പറ്റിക്കാൻ പറയൂ? ഞാൻ കെട്ടിയാൽ ചിലത് കെട്ടപ്പെടും, അതുകൊണ്ടാ കെട്ടാൻ പറഞ്ഞേ. ഞാൻ അഴിച്ചാൽ ചിലത് അഴിയും. ഇത് ഞാൻ പറയില്ല. ഈ വിശ്വാസം ഇല്ലാതെ നമ്മൾ കൈയടിച്ചിട്ട് കാര്യമില്ല. അപ്പൊ നിങ്ങൾ വിശ്വസിക്കണം, ഈ ദൈവദാസന്മാർ ബന്ധിച്ചാൽ ബന്ധിക്കപ്പെടും, ഈ ദൈവദാസന്മാർ അഴിച്ചാൽ അഴിയും. എൻ്റെ ജീവിതത്തിൽ പിശാച് കെട്ടിയ കെട്ടിനെ അഴിക്കാൻ പറ്റും. പോരാടി നിൽക്കുന്ന പിശാചിനെ ബന്ധിക്കാൻ പറ്റും. ഞാൻ കഴിഞ്ഞ ദിവസം കൈയൊക്കെ കൊടുത്ത് പറയിച്ചു, സ്വർഗ്ഗരാജ്യത്തിന്റെ താക്കോലുള്ളവരാ നമ്മൾ. താക്കോലും വെച്ചുകൊണ്ട് ഉറങ്ങരുത്. താക്കോലുണ്ട്, തുറക്കേണ്ടതിനെ തുറക്കണം. നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നത് സ്വർഗ്ഗത്തിൽ കെട്ടപ്പെടും, നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്നത് സ്വർഗ്ഗത്തിൽ അഴിയും. ആമേൻ സ്തോത്രം. ഒരു ആത്മീക അധികാരമാണത്. ആ അധികാരത്തോടെ പ്രാർത്ഥിക്കണം. ആ അധികാരത്തോടെ പ്രാർത്ഥിച്ചാൽ ദൈവത്തിന്റെ പ്രവൃത്തി നമ്മൾ കണ്ടിരിക്കും. സ്തോത്രം. ആമേൻ സ്തോത്രം. മത്തായി എഴുതിയ സുവിശേഷം 28 കർത്താവ് പറഞ്ഞു, എടുക്കേണ്ട സമയമില്ല, മിനിറ്റുകളെ ബാക്കിയുള്ളൂ. സ്തോത്രം. കർത്താവ് പറഞ്ഞു, സ്വർഗ്ഗത്തിലും ഭൂമിയിലും സകല അധികാരവും ഞാൻ നിങ്ങൾക്ക് തരുന്നു, ഞാൻ നിങ്ങൾക്ക് തരുന്നു. ആമേൻ. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? പോണം. സ്തോത്രം. സുവിശേഷം പറയണം. മർക്കോസിന്റെ സുവിശേഷം ആമേൻ സ്തോത്രം 15:16. ആമേൻ ഹല്ലേലൂയ. രോഗികളെ സൗഖ്യമാക്കണം, ഭൂതങ്ങളെ പുറത്താക്കണം. യേശു കർത്താവ് ചെയ്തു. ആമേൻ ഹല്ലേലൂയ. അത് ചെയ്യാനുള്ള അധികാരം തരികയാണ്. ആമേൻ സ്തോത്രം. വേഗത്തിൽ ആമേൻ മർക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായം 10 മുതൽ 15 വരെ വായിച്ചേ. മർക്കോസ് 3:10 മുതൽ 15 വരെ. അവൻ അനേകരെ സൗഖ്യമാക്കുകയാൽ ബാധകൾ ഉള്ളവരെയൊക്കെയും അവനെ തൊടേണ്ടതിന് തിക്കി വന്നു. അശുദ്ധാത്മാക്കളും അവനെ കാണുമ്പോഴൊക്കെയും അവന്റെ മുമ്പിൽ വീണു. നീ ദൈവപുത്രൻ എന്ന് നിലവിളിച്ചു പറയും. തന്നെ പ്രസിദ്ധമാക്കാതിരിക്കേണ്ടതിന് അവൻ അവരെ വളരെ ശാസിച്ചു പോന്നു. പിന്നെ അവൻ മലയിൽ കയറി തനിക്ക് ബോധിച്ചവരെ അടുക്കൽ വിളിച്ചു. അവർ അവന്റെ അരികെ വന്നു. അവൻ തന്നോട് കൂടെ ഇരിപ്പാനും പ്രസംഗിക്കേണ്ടതിന് അയപ്പാനും ഭൂതങ്ങളെ പുറത്താക്കേണ്ടതിന് അധികാരം ഉണ്ടാകുവാനും 12 വരെ നിയമിച്ചു. നിങ്ങൾ ശ്രദ്ധിച്ച്, യേശുവിന്റെ ശക്തമായ ശുശ്രൂഷ അവിടെ വരച്ചു കാട്ടുന്നു. യേശു കർത്താവിന്റെ ശുശ്രൂഷ. ബോറടിക്കുന്നുണ്ടോ? ബോറടിക്കാൻ സാധ്യതയുണ്ട്. ഇതങ്ങോട്ടിനി ഒന്നും ഹല്ലേലൂയ കത്താതിരിക്കാനൊക്കെ ആര് ശ്രമിക്കും? ഈ പറഞ്ഞ പുള്ളി ശ്രമിക്കും. ഉള്ള കാര്യം അങ്ങ് പറയുക. പക്ഷെ അനുവദിക്കാതിരിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉത്തരവാദിത്വം. സ്തോത്രം. എന്താ ചെയ്യും? പോരാടി ജയിച്ചേ പറ്റത്തുള്ള. സ്തോത്രം. ശ്രദ്ധിച്ച് കേൾക്കണം. യേശു കർത്താവിൻ്റെ ശുശ്രൂഷ. വ്യാധി പിടിച്ചവർ, ദീനം പിടിച്ചവരെല്ലാം വരിക, സൗഖ്യമാവുക. ഭൂതങ്ങളെല്ലാം അലറി വിളിച്ചു. അവിടെ എഴുതിയത് കണ്ടോ? യേശുവിൻ്റെ മുമ്പാകെ പിശാചുക്കൾ വീഴുക. പിശാചുക്കൾ യേശുവിൻ്റെ മുമ്പാകെ വീണ് ഉറക്കം നിലവിളിച്ചിട്ട് പറയുന്നു, എനിക്ക് നിന്നെ അറിയാം. ആരെ അറിയാം? യേശുവിനെ അറിയാം. ഈ യേശു എന്ന് പറഞ്ഞാൽ പിശാചിനെ അറിയാം, യേശുവിനെ പിശാചിനെ അറിയാം. സ്തോത്രം. അപ്പോൾ ഹല്ലേലൂയ. നിങ്ങൾ വേദപുസ്തകം എവിടെ പഠിച്ചാലും ഇത് അവിടെ നിങ്ങൾക്ക് ഒത്തിരി സ്ഥലങ്ങളിൽ കാണാൻ പറ്റും. യേശു കർത്താവ് ആരെന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് പിശാച് പോകുന്നത്. യേശു കർത്താവ് പറയും മിണ്ടരുത് എന്ന് പറയുന്നത് നമുക്കവിടെ കാണാം. മിണ്ടരുതെന്ന് പറയുന്നതിന് കാര്യകാരണങ്ങളുണ്ട്, അതുകൊണ്ടാണ് പറയുന്നത്. പക്ഷേ ഹല്ലേലൂയ അവർ മിണ്ടി, അവർ പ്രസിദ്ധമാക്കി അങ്ങനെ വിട്ടുപോകുന്നതായിട്ട് കാണാം. എവിടെ നിങ്ങൾ ഹല്ലേലൂയ ചിന്തിച്ചാലും യേശുവിൻ്റെ മുമ്പാകെ പിശാച് തകർന്നടിയുന്നത് കാണാം. അവിടെ ഒരു വലിയ ശുശ്രൂഷ കഴിഞ്ഞു, പിശാചുക്കൾ വീണു. ആമേൻ സ്തോത്രം. അനന്തരം യേശു കർത്താവ് 12 വരെ അടുക്കൽ വിളിച്ചു. അവരെ കുറിച്ച് എന്തോ പറയുന്നത്? പ്രസംഗിക്കണം. ആമേൻ ഹല്ലേലൂയ. ആമേൻ രോഗികളെ സൗഖ്യമാക്കണം, ഭൂതങ്ങളെ പുറത്താക്കണം എന്ന് പറഞ്ഞ് എന്നാ മനസ്സിലാക്കിയത്? അവർ കുറച്ചു മുമ്പ് കണ്ടില്ലേ? യേശു ശുശ്രൂഷിച്ചപ്പോൾ അവർ കണ്ടുകൊണ്ടിരുന്നില്ലേ സംഭവം? യേശു കർത്താവ് പറഞ്ഞപ്പോൾ, യേശു കൈവച്ചപ്പോൾ, യേശു ശാസിച്ചപ്പോൾ, യേശു ശുശ്രൂഷിച്ചപ്പോൾ ആമേൻ അവരുടെ മുമ്പാകെ പിശാചുക്കൾ വീണത് കണ്ടില്ലേ? നൊരച്ചും പതച്ചും ഒക്കെ പിശാചുകൾ പോയ കണ്ടു. ജനമെല്ലാം ആശ്ചര്യത്തോടെ അവിടെ പറയുന്നുണ്ട്, ഇത് എന്നാ വാക്ക്, ഇത് എന്നാ അധികാരം. അങ്ങനെയൊക്കെ ഈ ഭാഗങ്ങൾ നിങ്ങൾ വായിച്ചാൽ പറ്റുന്നേ. ഭൂതങ്ങളോട് പോലും അവൻ കൽപ്പിക്കുന്നു, അതനുസരിക്കുന്നു, വിട്ടുപോകുന്നു. ശിഷ്യന്മാർ ഞെട്ടിയിരിക്കുക ഈ സംഭവം കണ്ടേച്ച്. ഞെട്ടിയിരിക്കാനല്ല ദൈവം നമ്മളെ വിളിച്ചത്, ഞെട്ടി തരിച്ചിരിക്കാനല്ല വിളിച്ചത്. ആമേൻ. കർത്താവ് മലമേ കയറി കൂടെ ഇരുന്ന 12 വിളിച്ചേച്ച് പറഞ്ഞു, എടാ ഞാൻ വീഴിച്ചതുപോലെ നീ വീഴിക്കണം, ഞാൻ പുറത്താക്കിയതുപോലെ നീ പുറത്താക്കണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇന്നലെ വരെ കണ്ടില്ലേ സാധനം? നിങ്ങൾ ചെയ്യാൻ പോവുക, എൻ്റെ അധികാരം ഞാൻ നിനക്ക് തരിക. സ്തോത്രം. വല്ലതും പിടിയിട്ടുന്നുണ്ടോ? വല്ലതും പിടിയിട്ടുന്നുണ്ടോ? അങ്ങനെയെങ്കിൽ ഞാൻ പറയട്ടെ, ഇന്നലെ യേശുവിൻ്റെ മുമ്പിൽ വീണ ഏത് ശത്രുവും യേശു കർത്താവ് പകർന്ന അധികാരമുള്ളവൻ്റെ മുകളിൽ ആമേൻ വീണിരിക്കും. ഇന്നലെ യേശുവിൻ്റെ മുമ്പിൽ വീണ ഏത് അന്ധകാര ശക്തിയും
അധികാരമുള്ളവന്റെ മുമ്പിൽ മുട്ടുമടക്കും. ഞാൻ പറയുന്നു, ആ അധികാരത്തോടെ ഈ സഭയിൽ ഞാൻ ശുശ്രൂഷിക്കാൻ നിൽക്കുന്നേ. ഏത് അധികാരത്തിൽ? യേശു തന്ന അധികാരത്തിൽ. അതുകൊണ്ട് 2024 പിശാചിനോട് പറയാനുള്ളത്, നീ വാഴുമെന്നല്ല, നീ വീഴും. ഹല്ലേലൂയ. എന്നെ ഏൽപ്പിച്ച ഒരു കുടുംബത്തിൽ, എന്നെ ഹല്ലേലൂയ ആമേൻ ദൈവം തന്ന ഒരു കുടുംബത്തിൽ, ആമേൻ ഈ സഭയ്ക്ക് ദൈവം ദാനമായി തന്ന ഒരു കുടുംബത്തിൽ ഒരൊറ്റ പിശാച് വാഴത്തില്ല, വാഴാൻ അനുവദിക്കത്തില്ല. കാരണം എൻ്റെ മേൽ ദൈവം തന്ന അധികാരത്തിൽ ഇന്ന് പകലും ഞാൻ അതിനോട് എതിർക്കും. ഇന്ന് പകലും ആ കുടുംബത്തോട് ഞാൻ എതിർക്കും. എന്നോട് ചേർന്ന് അങ്ങനെ പൊരുതാൻ ഉള്ളവർ ചേർന്ന് പറ, ആമേൻ ഞങ്ങൾ അനുവദിക്കത്തില്ല വാഴാൻ. ആമേൻ ഞങ്ങളുടെ മുമ്പിൽ നീ വീഴും. വീഴുന്നത് വരെ ഞങ്ങൾ പൊരുതും. യേശുവിന്റെ നാമത്തിൽ അത് ഓരോ കുടുംബങ്ങളിലും ഇന്ന് പകൽ സംഭവിക്കട്ടെ, ഓരോ വ്യക്തികളിൽ സംഭവിക്കട്ടെ, ഈ ദേശത്തിൽ സംഭവിക്കട്ടെ. ഉയർന്നു പോരാടുന്ന സകല ശത്രുവിന്റെ ശക്തികളും ഇന്ന് പകൽ വീണുടയട്ടെ. സ്തോത്രം, സ്തോത്രം. ശ്രദ്ധിച്ചേ, വചനമാ കേൾക്കുന്ന കേട്ടോ. ഇരുവൈത്തൽ ഏത് വാളിനേക്കാൾ മൂർച്ചയുള്ള വചനം. വിശ്വസിച്ചോളണം. 70 പേരെ അയച്ചു. ആമേൻ അധികാരം കൊടുത്ത് പറഞ്ഞയച്ചു. ചെന്ന് പ്രാർത്ഥിച്ചു. സ്തോത്രം. നിങ്ങളുടെ വീട്ടിൽ മരണം നടക്കത്തില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ? സ്തോത്രം. അപകടം നടക്കത്തില്ലെന്നും പറഞ്ഞില്ലേ? തെറ്റിദ്ധരിക്കരുത്. രോഗം വരത്തില്ലെന്നും ബിനുപാസ് പ്രസംഗിച്ചില്ല. പിശാച് വാഴത്തില്ലെന്നാ പറഞ്ഞേ. ഈ പറഞ്ഞ അപകടമൊക്കെ എല്ലായിടും സംഭവിക്കുന്നുണ്ട്. പക്ഷെ പിശാച് വാണിട്ടൊരു പ്രവൃത്തി നടക്കത്തില്ലെന്നാ പറഞ്ഞേ. പിശാച് വച്ചൊരു നുകം നിന്റെ മേലുണ്ടോ? നിന്റെ ശരീരത്തിലുണ്ടോ? നിന്റെ കുടുംബത്തിലുണ്ടോ? നിന്റെ തലമുറയിലുണ്ടോ? നിന്റെ ഭാവിയിലുണ്ടോ? ശുശ്രൂഷയ്ക്കെതിരെ ഉണ്ടോ? അനുവദിക്കത്തില്ലെന്ന് പറഞ്ഞാൽ അനുവദിക്കത്തില്ലെന്ന് തന്നെയാ. അതിനെ മുറിച്ചു മാറ്റിയിരിക്കും. സ്തോത്രം. അപകരിച്ചു കൊണ്ടുപോയതിനെല്ലാം തിരികെ പിടിപ്പാൻ. സ്തോത്രം, സ്തോത്രം. ബൈബിളിലൊരു വാക്യമുണ്ട്, സിംഹത്തിന്മേലും അണലുമേലും നീ ചവിട്ടും, ബാലസിംഹത്തെയും. സ്തോത്രം. പറ്റുമെങ്കിൽ ചെയ്യാം. ഞാൻ എന്തായാലും ചെയ്യും. നിങ്ങളുണ്ടെങ്കിൽ നമ്മൾ ഈ പറയണ കേൾക്കുമ്പോഴാ അങ്ങ് എരിവോടെ പറയണ്ടേ. സ്തോത്രം. ഈ അധികാരം നിങ്ങളുടെ കയ്യിലില്ലേ? ചുമ്മാ ആരെയും വിളിച്ചിട്ടില്ല, ആരെയും കർത്താവ് വെറുതെ വിളിച്ചില്ല. നമ്മൾ വെറുതെ ഇരിക്കുന്നതാ. ഇതൊരു സുഖം പിടിച്ച ഇതിനകത്ത് നിന്ന് എഴുന്നേറ്റ് വരണം കേട്ടോ. കുറച്ചുപേർ വരുന്നുണ്ട് ശുശ്രൂഷയ്ക്ക് അധികാരത്തോടെ. ഞാൻ ആവേശത്തോടെ ഓരോരുത്തരടുത്ത് പറയുക. സ്തോത്രം. ആത്മീക അധികാരത്തോ അതുപോലെ സന്തോഷം വേറെ ഉണ്ടോ? ആമേൻ. സ്തോത്രം. ഇവനെ ജയിച്ച് നിൽക്കുന്ന പോലെ സന്തോഷം വേറെ ഉണ്ടോ? ആമേൻ. സഭയ്ക്ക് ചെയ്യാനൊന്നുമില്ല. കുറെ കാലില് ചീർപ്പിക്കുന്ന കാര്യങ്ങളും കേട്ട് ആമേൻ. സ്തോത്രം. എന്ത് ദിശയമേ പാടി വീട്ടിൽ പോയാ എന്നാ ഗുണമുള്ളേ അതിനകത്ത്? ആർക്കാ പ്രയോജനമുള്ളേ? സ്തോത്രം. ദേശത്തിൽ കൊയ്ത്ത് നടക്കട്ടെ. ദേശത്തിലെ പിശാചിന്റെ താണ്ഡവം അവസാനിക്കട്ടെ. കുടുംബങ്ങൾക്കകത്ത് തൻ്റെ ഇടത്തോടെ പറയാൻ പറ്റണം, ഞങ്ങൾക്ക് ദൈവം തന്ന മക്കളെന്ന്. നിന്റെ കുടുംബ നിമിത്തം വന്നത്, നിന്റെ ദേശത്തിൽ നീ പ്രാർത്ഥന നിമിത്തം വന്നത് പറയാൻ പറ്റണം. ഈ ദൈവസഭ നിമിത്തം നടന്ന കൊയ്ത്ത് ശത്രുവിന് മുമ്പാകെ നിരത്താൻ പറ്റണം. ഹല്ലേലൂയ. അതിനൊറ്റ കാര്യം ചെയ്താലേ പറ്റത്തുള്ളൂ. സ്തോത്രം. എതിർക്കണം. ഹല്ലേലൂയ. അതിനുള്ള അധികാരം ദൈവം തന്നെ. കർത്താവ് അധികാരം തന്നേച്ച് ആമേൻ അവരെ പറഞ്ഞു വിട്ടു. സ്തോത്രം. 70 പേര് വെച്ചെന്ന് പറഞ്ഞ് പിശാച് ആകാശത്ത് നിന്ന് മിന്നൽ പോലെ വീഴുന്നത് കണ്ടു. വീണെങ്കിൽ ചവിട്ടണം, വീണെങ്കിൽ ചവിട്ടണം. ഈ ദേശത്തിലും ചിലത് വീണിട്ടുണ്ടെങ്കിൽ ചവിട്ടണം. നിന്റെ കുടുംബത്തിലും ചിലത് വീണിട്ടുണ്ടെങ്കിൽ ചവിട്ടണം. സ്തോത്രം. ഹല്ലേലൂയ. യേശു കർത്താവിനെ തിരിച്ചറിഞ്ഞ ആമേൻ പിശാച് പിൽക്കാലത്ത് അപ്പോസ്തലന്മാരെയും തിരിച്ചറിഞ്ഞു. സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. അപ്പോസ്തല പ്രവൃത്തി 16. സമയമില്ലാത്തതുകൊണ്ട് വായിക്കും. നമുക്കറിയാം. ഒരു സഹോദരി ഭൂതം പിടിച്ചോളൂ എന്ന് പറയുക. ഇവർ ഹല്ലേലൂയ അത്യുന്നതന്റെ ദാസന്മാർ, രക്ഷാമാർഗം ആമേൻ ഉപദേശിക്കുന്നവർ. പിശാചിനെ തിരിച്ചറിയാൻ പറ്റി. പൗലോസ് മുഷിഞ്ഞു. ഒറ്റ നോട്ടം, ഒറ്റ ശാസന. പോ പിശാച് എന്ന് പറഞ്ഞു. അവൾ ആ വഴിക്ക് പോയി. സ്തോത്രം. ആ പിശാച് ആ വഴിക്ക് പോയി. അവിടെ നടന്ന ഉപദ്രവമൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പുള്ളിയെ പിടിച്ച് വസ്ത്രം അഴിച്ച് അടുപ്പിക്കുകയൊക്കെ ചെയ്തു. ഇതൊന്നും കണ്ട് വിശ്വാസികൾ, അയ്യോ പാസിന് ഭയങ്കര ബലഹീനത, നീ അതുകൊണ്ട് ഇനിയിപ്പോൾ എനിക്കൊന്നും കൊണ്ട് തരണ്ട. സ്തോത്രം. അത് നിമിത്തം എന്നാ വന്നാലും അത് പാസ്റ്ററെ ബലപ്പെടുത്താൻ ദൈവമുണ്ട്. അടിച്ച് വസ്ത്രം അഴിച്ചാൽ തടവിലിട്ടില്ലേ? അവിടെയും പാടാൻ ദൈവം ബലം തന്ന അത് മതി. അവിടെയും ശുശ്രൂഷിപ്പാൻ ബലം തന്നാൽ അത് മതി. ആ കാരാഗൃഹം പൊളിക്കാനുള്ള അധികാരം ദൈവം തന്നിട്ടുണ്ട്. ആ ശത്രുവിനെ വെട്ടാതെ മുട്ടുമടക്കാൻ ദൈവം അനുവദിക്കത്തേയില്ല. എത്ര പീഡയുണ്ടെങ്കിലും, എത്ര പ്രതിസന്ധി ഉണ്ടെങ്കിലും, എത്ര ശൂലമുണ്ടെങ്കിലും, എന്തെല്ലാം പ്രതികൂലം പിശാചിട്ടാലും എതിർത്ത പിശാചിനെ തകർക്കാതെ നിന്റെ കണ്ണടയാൻ അനുവദിക്കത്തില്ലെന്ന ആത്മീക ബോധ്യം അകത്ത് വെച്ചുകൊണ്ട് ദൈവസഭ ഒരുമിച്ച് പ്രാർത്ഥിക്കുക. വന്ന ശൂലത്തെ, വന്ന പ്രതികൂലത്തെ, വന്ന കാരാഗ്രഹത്തെ നോക്കണ്ട. വെളിപ്പെടാൻ പോകുന്ന ദൈവശക്തി, കാരാഗ്രഹത്തെ പൊളിക്കുന്ന ദൈവ മഹത്വം നിന്നിൽ കൂടെ വെളിപ്പെടാൻ പോകുന്നു എന്ന് ഓർത്ത് ഇന്ന് പകൽ കർത്താവിനെ സ്തുതിക്ക. സ്തോത്രം. കർത്താവ് അകത്ത് വേണം. ഞാനിത് ഇച്ചിരി എരിവോടെ പറയുന്നത്. അതിന്റെ എരിവ് നിങ്ങൾക്ക് കിട്ടുന്നത് എനിക്കറിയത്തില്ല.
സ്തോത്രം. കാരാഗ്രഹ വാതിലിനകത്ത് ദൈവം നിർത്തിയാൽ പിശാച് തകരും. നമ്മളത് രാവിലെ നീയല്ലോ ഞങ്ങൾക്കുള്ള, നിങ്ങൾ വാസ്തവത്തിലാണോ അത് പാടിയത്? നല്ല രസമായിരുന്നു കേട്ടോ, വെളിയിൽ നിന്ന് കേൾക്കുക. സ്തോത്രം. നിങ്ങളത് ആ ഒരു വിശ്വാസമെങ്കിലും അകത്ത് കിടന്നാൽ പലതും നമുക്ക് ജയിച്ച് കയറാൻ പറ്റും. സ്തോത്രം. നമ്മൾ അറിയണം. ഈ പൗലോസൊക്കെ അനുഭവിക്കുന്ന കഷ്ടം വെച്ചേച്ച് ഇനി ആയുസ്സിലൊരു ഭൂതത്തെ പുറത്താക്കത്തില്ലെന്ന് പറയും. സ്തോത്രം. ഭൂതത്തെ പുറത്താക്കിയെന്നല്ല, അവൻ പിടിച്ചു വെച്ച ഒരു കൂട്ടത്തെയും കൊണ്ട് പുള്ളി പോയി. 5 അടി കിട്ടിയെങ്കിൽ എന്ത്? അത് കർത്താവ് അനുവദിച്ചുകൊണ്ടല്ലേ. പിന്നെ പുള്ളി ഒരു ശൂലം കൊണ്ട് നടക്കുന്നില്ലേ? വല്ലതും നടക്കുന്നെങ്കിൽ ശൂലം നല്ലതാ. ഒന്നും നടക്കാതെ കൊച്ചു ശൂലം കൊണ്ട് നടന്നു വെച്ചാൽ ഞാൻ ഭയങ്കര സംഭവം എന്ന് പറയരുത്. അവിടെയാ പ്രശ്നം. ഒന്നുമില്ല, ഒരു ശുശ്രൂഷയില്ല, ഒന്നുമില്ല, ഭയങ്കര ശൂലം. നിനക്ക് എന്തിനാ തന്നെ? പുള്ളിക്ക് വെളിപ്പാടിന്റെ ആധിക്യത്തല്ലേ, നിഗളിക്കാതിരിക്കാനല്ലേ. നിനക്ക് എന്നെ വെളിപ്പാടുണ്ടായിട്ട് ആ ശൂലം? ഇപ്പൊ ചുമ്മാ തെറ്റിദ്ധരിക്കരുത്. പക്ഷെ ഒരു ശുശ്രൂഷകൻ ആത്മാവിൽ പോരാടി പ്രാർത്ഥിക്കുന്ന സഹോദരിമാരൊക്കെ ഒരു തലവേദന വന്നാൽ, ഒരു പ്രശ്നം വന്നാൽ അങ്ങനെ അങ്ങ് പതറണ്ട. പിശാചിനെ ശാസിക്കണം. സ്തോത്രം. വീണ്ടും അത് തുടരുന്നെങ്കിൽ അതും വെച്ചുകൊണ്ട് പൊരുതാനുള്ള ബലവും കൃപയും ഉണ്ടെന്ന് തിരിച്ചറിയണം. അത് നിന്നെ വിട്ടു പോകും. സ്തോത്രം. പിശാച് തള്ളിക്കൊണ്ട് കാരാത്തിനകത്ത് കേട്ടി പൂട്ടി വെച്ച് കൈയടിച്ചാലേ അതിനെയും പൊളിച്ച് അതിൻ്റെ അകത്തിരുന്ന പൂട്ടിയവനെയും കൊണ്ടുപോകും. അതാ സഭ, അതാ വിശ്വാസം. സ്തോത്രം. അതുകൊണ്ട് ഇന്ന് ഇതിനകത്തിരിക്കുന്ന ചിലരെങ്കിലും പറ, സ്തോത്രം, ഏറ്റവും പോരാട്ടമുള്ള കുടുംബം പറ, ഈ കുടുംബത്തെയും കൊണ്ടേ ഞാൻ പോകുള്ളൂ എന്ന് പറയും. സ്തോത്രം. ഏറ്റവും പോരാടുന്ന ഭർത്താവിനെ നോക്കി പറ, യൗവനം മുക്കിയിട്ടല്ലാതെ ഞാൻ നിൽക്കത്തില്ല എന്ന് പറയും. സ്തോത്രം. ആ തരത്തിലെന്ന് പറഞ്ഞവനെ കൊണ്ട് ഉണ്ടെന്ന് പറയിക്കും, അല്ലാതെ ഞാൻ അടങ്ങത്തില്ലെന്ന് പറ. സ്തോത്രം. ആ വിടുതൽ നിന്നെ കൊണ്ട് എൻ്റെ കാൽ കീഴെ വയ്പ്പിക്കുമെന്ന് പറ. അത് പറയുന്നത് അഹങ്കാരമല്ല, അവിവേകമല്ല. അഹങ്കാരമോ അവിവേകമോ വിളിച്ചു പറയുകയല്ല, വചനത്തിന്റെ ഉറപ്പാ. സ്തോത്രം. പറ. കൈക്ക് സ്വാധീനം ഇല്ലെങ്കിലും പറ, നിനക്കെതിരെ ഞാൻ പോരാടുമെന്ന് പറ. പിശാച് വെച്ച നുഖങ്ങളെ വച്ചുകൊണ്ട് പറ, നിന്നെ തകർക്കാനുള്ള അധികാരം എൻ്റെ അകത്തുണ്ട്, നിന്നെ തകർക്കാനുള്ള അഭിഷേകം എൻ്റെ അകത്തുണ്ട്, ആ ഉറപ്പ് എനിക്കുണ്ടെന്ന് പറ. ഹല്ലേലൂയ. വരുമ്പോൾ അപ്പോസ്തലപ്രവൃത്തി 19 വരുമ്പോൾ പൗലോസിന്റെ റൂമാലിൽ സൗഖ്യം മാത്രമല്ല, ഭൂതം വിട്ടുപോവുക. ഇത് കണ്ടോണ്ട് സ്കേവായുടെ പിള്ളേർ കയറി കൈവച്ചു പിശാചിനെ. അവൻ മുഖത്തോക്കി ചോദിച്ചു, യേശുവിനെ എനിക്കറിയാം, പൗലോസിനെ പരിചയമുണ്ട്. അർത്ഥം എന്നതാ? യേശുവിൽ നിന്ന് ചൂടടിച്ചവൻ പൗലോസിൽ നിന്നും ചൂടടിക്കുക. രണ്ടും അറിയാം. യേശുവിനെ എനിക്കറിയാം, പൗലോസിനെ പരിചയമുണ്ട്. നീ ആരാ? അതിന്റെ അർത്ഥം എന്നതാ? അകത്ത് അധികാരമുള്ളവനെ പിശാചിന് തിരിച്ചറിയാം. അവൻ പറഞ്ഞാൽ എഴുന്നേറ്റ് നിന്ന് ഹല്ലേലൂയ കളിക്കാൻ പറ്റത്തില്ല, അവൻ വിട്ടുപോയേ പറ്റൂ. അതുകൊണ്ട് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രാർത്ഥിച്ചപ്പോ പലതിന്റെ മുകളിൽ നിന്ന്, പ്രതീക്ഷിക്കാത്തതിന്റെ അകത്ത് നിന്നും പിശാച് പുറത്ത് ചാടിയെങ്കിൽ ഇന്ന് പകൽ തിരിച്ചറിയണം, വീടിനകത്തും ശരീരത്തിനകത്ത് വിഷയങ്ങൾക്കകത്തും കുടിയിരിക്കുന്ന കുടിയിരിപ്പുകൾ തിരിച്ചറിയുന്ന ദിവസങ്ങളാകണം, തിരിച്ചറിയുന്ന സമയങ്ങളാകണം. നിന്നെയും സഭയെയും എന്നെയും സഭയെയും പിശാച് തിരിച്ചറിയുന്ന ദിവസങ്ങളായി മാറണം. സ്തോത്രം. ഞാൻ സന്തോഷത്തോടെ പറയാം, കാണാൻ കഴിയാത്തവർ വന്ന് കാണണം വെള്ളിയാഴ്ച. സ്തോത്രം. നമ്മൾ കണ്ടോണ്ടിരിക്കുകയല്ലേ പിശാചിന്റെ. എന്തുകൊണ്ടാ പിശാച് വിറയ്ക്കുന്നേ? എന്തുകൊണ്ടാ കൈവെക്കുമ്പോ പിശാചിന് പറ്റാത്തത്? തിരിച്ചറിഞ്ഞു. സ്തോത്രം. നിന്നെയും എന്നെയും പിശാചിനറിയാം. ആ അധികാരത്തോടെ നടന്നോളണം. ഇവിടെ പ്രാർത്ഥിക്കുക മാത്രമല്ല, അധികാരത്തോടെ നടന്നോളണം. പിശാച് നിനക്ക് എന്നെ അറിയാമല്ലോ, ചോദിക്കാനുള്ള തൻ്റെ ഇടം ഉണ്ടാകണം. നിനക്കെന്നെ അറിയാമല്ലോ. ഞാൻ പല സ്ഥലത്ത് എന്നെ വെല്ലുവിളിക്കാൻ ഞാൻ പറയും, നിനക്കെന്നെ നന്നായിട്ട് അറിയാം, മാന്യമായിട്ട് പോകണമെന്ന് പറയും. സ്തോത്രം. അത് പറയാനുള്ള ആർജം അകത്തുണ്ടാകണം. സ്തോത്രം. അതുകൊണ്ട് ഒരു ദൈവദാസനിൽ എൻ്റെ അടുത്ത് നിങ്ങൾ വിശ്വാസം കൊണ്ടുവന്ന നല്ല രീതിയിൽ വിശ്വസിച്ചിട്ട് വന്നാൽ മതി. സ്തോത്രം. ആരെങ്കിലും വിളിച്ചുകൊണ്ടുവന്ന നല്ല വിശ്വാസത്തോടെ കൊണ്ടുവന്നാൽ മതി. ദൈവം അത് ചെയ്തിരിക്കും. അതും ഇതും പറയുന്ന അധരവും കൊണ്ട് വരരുത്. സ്തോത്രം. സംശയിച്ചുകൊണ്ട് വരരുത്. ഹല്ലേലൂയ. നിലനിർത്തുന്ന ഒരു കർത്താവ്. ഇതൊന്നും അഹങ്കാരം പറയുകയല്ല. അധികാരം തമ്പുരാൻ തന്നതാ. ഞാൻ ഈ ദിവസങ്ങളിലൊക്കെ പ്രസംഗിക്കുമ്പോൾ പറയുന്നൊരു വിഷയം, അപ്പോസ്തലൻ, ഇടയൻ, പ്രവാചകൻ, ഉപദേഷ്ടാവ്, ഇതൊക്കെ സ്വർഗം തരുന്നതാ. ഭൂമിയിൽ ബൈബിൾ നമ്മളെ തെറ്റില്ല, പലർക്കും അറിയത്തില്ല. പാസ്റ്ററാകുന്ന ബൈബിൾ കോളേജിൽ നിന്ന് കിട്ടുന്നെന്നാണ് പറയുന്നത്. അത് ഹല്ലേലൂയ, ബൈബിൾ സ്വർഗം വെച്ച സാധനം. അത് നമ്മൾ കോപ്പി അടിച്ച് കൊടുക്കുന്നതാ. അങ്ങനെ ഇരിക്കുന്ന സർട്ടിഫിക്കറ്റ് വെച്ചാൽ ആരും ഭൂതത്തെ പുറത്താക്കത്തില്ല, ആത്മാക്കളെ നേടത്തുമില്ല. സ്വർഗം തരുന്ന അധികാരം, ആ അധികാരത്തെ നിങ്ങൾ ബഹുമാനിക്കണം. അവിടെ ആ പിശാച് ജയിക്കുന്നത്, നമ്മൾ തകരുന്നത്.
പരിശുദ്ധാത്മാവിനെതിരെയും ദൈവിക ശുശ്രൂഷകൾക്കെതിരെയും സംസാരിക്കുമ്പോൾ നീ ദൈവത്തോടാ മത്സരിക്കുന്നേ. കാരണം പാസ്റ്റർ എന്നത് ഭൂമിയിലെ കണ്ടുപിടുത്തമല്ല, അപ്പോസ്തലൻ എന്നത് ഭൂമിയിലെ കണ്ടുപിടുത്തമല്ല, ഇടയൻ എന്നത് ഭൂമിയിലെ കണ്ടുപിടുത്തമല്ല, സെമിനാരിയിലോ ബൈബിൾ കോളേജിലോ പോകുമ്പോൾ അവർ തരുന്നതല്ല. അത് ഹല്ലേലൂയ ബൈബിളിന്റെ വകയാ, സ്വർഗത്തിന്റെ വകയാ. സ്വർഗം വെച്ച 5 ശുശ്രൂഷയാ. ഈ ഭൂമിയിൽ ഏതിൽ കൊടുക്കുന്നതിനേക്കാൾ ബഹുമാനം അതിന് കൊടുക്കണം. അതിൽ കള്ളന്മാരുണ്ടെങ്കിൽ, അതിന് പിടിച്ചുപറിക്കാരുണ്ടെങ്കിൽ, അത് യേശുവും ശിഷ്യന്മാരും AD 30 പറഞ്ഞു, നീ എന്നാ എടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്, അതനുസരിച്ച് നീ ചെയ്താൽ മതി. ഹല്ലേലൂയ. തോൽപ്പിക്കാതിരിക്കാൻ വേണ്ടിയാ പറഞ്ഞേ. ശ്രദ്ധിച്ചു കേൾക്കണേ. ആ അധികാരത്തെ ഒന്ന് തിരിച്ചറിയണം. ഉപവസിക്കുന്നവരെ റെസ്പെക്ട് ചെയ്യാൻ പഠിക്കണം. വെറും വാക്ക് വിളിച്ചൊന്നും അലക്ഷ്യമാക്കി. ചിലരെ സഹോദരരെന്ന് വിളിച്ച് അലക്ഷ്യമാക്കരുതെന്ന് എഴുതിയിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങൾ ബൈബിളിൽ പഠിക്കാനുണ്ട്. നമ്മൾ കാണണം. സ്തോത്രം. അതൊക്കെ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ അനുഗ്രഹമാണ്, ആത്മീയ ജീവിതത്തിൽ അത് വിടുതലാണ്. ഞാൻ ഇനിയും കൂടുതൽ പറഞ്ഞ് നിങ്ങളുടെ മസിൽ പിടിപ്പിക്കുന്നില്ല. ഞാൻ ഇന്നലെ പറഞ്ഞായിരുന്നു. സ്തോത്രം. എൻ്റെ മച്ചാനെ പുള്ളി എടുത്തിട്ട് അലക്കുക, ഇന്ന് എൻ്റെ മാമനെ അതായിട്ട് വീണ്ടും കൊട്ടുക എന്ന മനോഭാവത്തിലാണ് നിങ്ങൾ ഇരിക്കുന്നത്. ഇത്രയും നേരം ഞാൻ പിശാചിനെ പറഞ്ഞു, ഒരൊറ്റ മുഖത്തിങ്ങനെ ഒരു തേജസ് വന്നില്ല. അവൻ അങ്ങനെ തന്നെ വേണം, അവൻ അങ്ങനെ പാസ് വെട്ടണം, അവനെ തട്ടിക്കളണം, അവനെ ഇനി വക്കരുത് എന്ന് പറയുന്ന ആരെങ്കിലും നിങ്ങൾ കണ്ടോ? സ്തോത്രം. എൻ്റെ മാമനെ പറയണ പറച്ചിലുണ്ടാ? സ്തോത്രം. ഇന്നലെ വരെ ഉണ്ടായിരുന്നു, ഇങ്ങനെ ഇപ്പം പറഞ്ഞു വിടും. ഇനി ആ കൂട്ട് എനിക്ക് എവിടെ നിന്ന് കിട്ടും? ഇങ്ങനെയൊക്കെ നിങ്ങൾ ഇരിക്കുന്നത്. എന്നെ ആയാലും ഞാൻ പറഞ്ഞു വിടും. സ്തോത്രം. പറഞ്ഞു വിടണ്ടേ? പറഞ്ഞു. ഇതൊക്കെ പറയുമ്പോണ്ടല്ലോ എഴുന്നേറ്റ് ഒന്ന് തുള്ളിച്ചാടി ആമേൻ ഹല്ലേലൂയ ദൈവത്തിന് മഹത്വം കൊടുത്തങ്ങ് ആരാധിക്കണം. ആമേൻ. സ്തോത്രം. ഞാൻ സന്തോഷമുള്ള കുറേ വിഷയങ്ങളുണ്ട്, ഞാൻ പറയുന്നില്ല. സ്തോത്രം. ആമേൻ. കഴിഞ്ഞ ആദ്യ ദിവസം പറഞ്ഞ ആമേൻ സന്ദേശം ദൈവത്തിൻ്റെ പെട്ടകം കൊണ്ട് ആമേൻ ഹല്ലേലൂയ ദാഗോന്റെ ക്ഷേത്രത്തിൽ വച്ച് ദാഗോൻ എന്നെ എടുത്തു, മറിഞ്ഞു വീണു. സ്തോത്രം. വീണ്ടും പൊക്കി വെച്ചു, എന്നെ എടുത്തു, വീണ് ചെതറിപ്പോയി. അവിടെ നിങ്ങൾ വായിച്ചു. ഈ അടുത്തൊരു ദിവസം പ്രസംഗിച്ച കേട്ടതാ. ആമേൻ. സ്തോത്രം. പിന്നെ വായിച്ചപ്പോൾ അവിടെ എഴുതിയിരിക്കുന്നുണ്ടോ, പിന്നെ അവിടുത്തെ പുരോഹിതന്മാരും അവിടുത്തെ മന്ത്രവാദികളൊന്നും ആ ഉമ്മരപ്പടി ചവിട്ടിയില്ല എന്ന്. അപ്പോൾ അവർ തന്നെ മനസ്സിലായി, ഇനി ചവിട്ടിയിട്ട് കാര്യമില്ല, അവൻ തീർന്നു, ഇനി ചവിട്ടിയിട്ട് ഇതിനകത്തോട്ടൊക്കെ ഇനി പോയിട്ട് വല്ല കാര്യമുണ്ടോ? സ്തോത്ര. കാരണം അവൻ്റെ കൺമുമ്പിൽ കണ്ടു. ഇന്നലെ അവർ തൊഴുത് പൊക്കി നിർത്തിയവൻ നന്നായിട്ട് താങ്ങി, എന്നിട്ട് നിൽക്കാൻ പറ്റിയില്ല. ഉയർത്തി വെച്ചു. പുനഃപ്രതിഷ്ഠ പലതും ചെയ്തിരുത്താൻ നോക്കി, നടന്നില്ല. ആമേൻ. വന്നു വിടുന്ന് ചെതറി. ഇപ്പം ആരും അങ്ങോട്ട് തിരിഞ്ഞു നോക്കുന്നില്ല. ആമേൻ. സ്തോത്രം. വല്ലതും പിടിയിട്ടുന്നുണ്ടോ? സ്തോത്രം. ഈ ഉപവാസത്തിൽ അത് നടക്കണം. സ്തോത്രം. വല്ലാതെ നിഗളിച്ച് നിൽക്കുന്ന പിശാചെല്ലാം ആമേൻ ഹല്ലേലൂയ തകർന്നടിയണം. അത് വലിയ സന്തോഷമുള്ള കാര്യമില്ലേ? അത് പറഞ്ഞിട്ട് നിങ്ങൾക്കൊരു സന്തോഷം വന്നില്ല. ആമേൻ. ആമേൻ. നമ്മൾ തകർക്കാൻ പോവാം. ഒരുമിച്ചൊന്ന് എഴുന്നേറ്റ് ഹല്ലേലൂയ ദൈവസ്ഥലിൽ പ്രാർത്ഥിച്ച് നിങ്ങൾ അയക്കണമല്ലോ. ഹല്ലേലൂയ. ഇതെല്ലാം പറഞ്ഞത് ഈ ഉപവാസത്തിന് വേണ്ടിയിട്ടാണ്. ഞാൻ നിർബന്ധം ഈ വാക്യങ്ങൾ തന്നത്. വെള്ളിയാഴ്ചത്തെ പ്രാർത്ഥന ആമേൻ ഹല്ലേലൂയ ആമേൻ ഉപയോഗപ്പെടുത്തണം. ഞാൻ ഒരു ഇളവ് ഞാൻ 2 പേർക്ക് കൊടുത്തു. അതുകൊണ്ട് ഞാൻ സഭയിൽ പൊതുവിൽ പറയുക, 2 കുടുംബത്തിനൊരു ഇളവ് കൊടുത്തത് ഇതാണ്. കഴിഞ്ഞ ദിവസം വരാത്തവർക്ക് ഈ വെള്ളിയാഴ്ച വരാൻ ഞാൻ അവസരം കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുന്നു, ആർക്കെങ്കിലും പ്രാർത്ഥന മിസ്സായെങ്കിൽ, ഒരു സങ്കടത്തോടെ നിങ്ങൾ ഇരിക്കുന്നെങ്കിൽ, ശനിയാഴ്ച വന്നാൽ നടക്കത്തില്ല, വെള്ളിയാഴ്ച നിങ്ങൾക്ക് വരാമെങ്കിൽ ആ വിവരം നിങ്ങൾ പറയണം. ഞാൻ പറഞ്ഞവരുടെ പേര് ഞങ്ങൾ ലിസ്റ്റിലിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. കാരണം പ്രെയർ വേണം. നിങ്ങൾ പറഞ്ഞാൽ ആ പേര് നമ്മുടെ ഫ്രൈഡേ പ്രാർത്ഥിക്കുന്ന ലിസ്റ്റിലിട്ട് നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ആരെങ്കിലും അങ്ങനെ ആഗ്രഹിക്കുന്നതിൽ പറയണം. പൊതുവിൽ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന എല്ലാവർക്കും വേണ്ടിയുണ്ട്. ഞാൻ പറഞ്ഞാൽ അവർ വിജയിച്ചേ പറ്റും, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങൾ വരുന്നെങ്കിൽ എനിക്ക് പ്രാർത്ഥിച്ചൊരുങ്ങേണ്ട ആവശ്യമുണ്ട്. ആമേൻ. ആ വരുന്നവർക്ക് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കും. ദൈവദാസന്മാർ പ്രാർത്ഥിക്കും. അതുകൊണ്ട് ഓർപ്പിക്കുന്നു, കണ്ണുകളെ അടച്ചൊരു നിമിഷം ഇന്ന് പകൽ കേട്ട ദൈവവചനത്തിന് മുമ്പാകെ നമ്മൾ ഒന്ന് സമർപ്പിച്ച് 2 വരികൾ പാടി ആരാധിച്ച് ഇന്ന് പോകും. വൈകുന്നേരം വീണ്ടും പ്രാർത്ഥനയുണ്ട്. തുടർമാനമായ ശുശ്രൂഷകളിൽ ദൈവപ്രവർത്തികൾ ചലിക്കട്ടെ. 1-2 കാര്യങ്ങൾ നമ്മുടെ ഹൃദയത്തെ തൊട്ടെങ്കിൽ ഒരു നിമിഷം ഒന്ന് ശോധന ചെയ്തേ. ഞാൻ എന്നെ സ്നേഹിക്കുന്നവരോട് ആരോടും എനിക്ക് കയ്പില്ല. പക്ഷേ ആമേൻ ചിലരോടൊക്കെ ആമേൻ അങ്ങനത്തെ അനുഭവങ്ങളുണ്ട്. ദൈവാത്മാവ് തൊട്ട വിഷയങ്ങളെ ഒന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. പിശാചി നിന്നെ തോൽപ്പിക്കുന്നുണ്ടോ? ഇന്ന് പകൽ അവിടെ ജയിക്കാൻ ഒരു അഭിഷക്തന്റെ കൈവെപ്പല്ല ആവശ്യം. ആ വിഷയത്തിൽ ജയിക്കാൻ നിന്റെ തീരുമാനമാണ് ആധാരം. നിന്റെ തീരുമാനം നീ എടുക്കണം. പിശാചി തോൽപ്പിക്കരുത്. പിശാചി വിഴുങ്ങാൻ നിൽക്കുന്ന ദൈവമേ, എന്നെ വിഴുങ്ങാൻ അവസരം ഉണ്ടാകരുത്. ആമേൻ. സ്തോത്രം. പിശാചിനോട് ഞാൻ എതിർത്തിട്ടില്ല. അതുകൊണ്ട് ഞാൻ അന്ന് തോറ്റുപോകുന്നു. എതിർക്കാനുള്ള ബലം തരണം. സർവായുധ വർഗം എന്നെ ധരിപ്പിക്കണം. അങ്ങനെ പ്രാർത്ഥിക്കാൻ കഴിയുന്നവരെല്ലാവരും പ്രാർത്ഥിച്ച് ഞാൻ ആത്മാവിൽ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ പറയാം, ഈ ഉപവാസം ഒരു അഭിഷേകത്തിൻ്റെ അനുഭവം കൂടെ ഇതിനകത്തുണ്ട്. ഒരു അഭിഷേകത്തിൻ്റെ അനുഭവം കൂടെ കർത്താവ് വ്യക്തതയോടെ പറഞ്ഞു. ഈ ദിവസങ്ങളിൽ ചിലരെ കർത്താവ് ശക്തീകരിക്കും. ഒരുപക്ഷെ അടുത്ത വിശുദ്ധ ദിവസം അതിനായിട്ട് വേർതിരിക്കും. ഹല്ലേലൂയ. അസാധാരണ അഭിഷേകത്തിലേക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ നടത്തും. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്ന എത്ര പേരുണ്ട്?
വ്യത്യസ്തമായ നിലകളിൽ പരിശുദ്ധാത്മാവ് നടത്തുമ്പോൾ ചിലത് നിങ്ങൾ ഗ്രഹിച്ചെങ്കിൽ, കർത്താവേ ഞാൻ സഭയോട് ചേർന്നില്ല, ചേരാൻ തീരുമാനിക്കുന്നു എന്ന് പറയുന്ന എത്ര പേരുണ്ട്? കർത്താവേ സ്നാനപ്പെട്ടിട്ടില്ല, ഈ ഉപവാസത്തിന്റെ അന്ത്യത്തിങ്കൽ ഞാൻ സ്നാനപ്പെടാമെന്ന് പറയുന്ന എത്ര പേരുണ്ട്? 21-ാം തീയതിയുള്ള സ്നാനം അത് നിന്റെ വിടുതലായി മാറാം. സമർപ്പിക്കുന്നവർ സമർപ്പിക്കണം, തീരുമാനിക്കണം. ദൈവസഭയെ അറിയിക്കുക, നിങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയിലേക്ക് അത് നയിക്കട്ടെ. ഏതൊക്കെയോ ഹാലുലി വ്യത്യസ്തമായ പാപത്തിന്റെ അനുഭവങ്ങൾ ജയിക്കാൻ പറ്റുന്നില്ലപ്പാ, എനിക്ക് ഹാലുലി അതിൽ വിടുതൽ വേണം, ഞാൻ എന്നെ ഏൽപ്പിക്കുന്നു എന്ന് പറയുന്ന എത്ര പേരുണ്ട്? അങ്ങനെ 1-2 മിനിറ്റ് എല്ലാവരും പ്രാർത്ഥിച്ച് പുറകറ്റവരെ സഹോദരന്മാരെ ജീവിതത്തിലൊരു സ്വയശോധനയുടെ മിനിറ്റുകളായി ഈ പകൽ മാറട്ടെ. അങ്ങനെ പ്രാർത്ഥിച്ച് നമ്മളൊന്ന് ആരാധിക്കുക. ഹാലുലി പ്രാർത്ഥിക്കാൻ പറ്റുമോ നിങ്ങൾക്ക്?